അസ്സാം വലൈക്കും. പ്രിയമുള്ളവരെ, മലയാള നാടക ചരിത്രം ധാരകൾ ധാരണകൾ എന്ന വിഷയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അൻസാർ MK വിഷയം അവതരിപ്പിക്കും. അതിനുശേഷം നമുക്കുള്ള സംവാദങ്ങൾക്കുള്ള അവസരമുണ്ട്. മൊത്തത്തിൽ 1 മണിക്കൂറാണ്, 1 മണിക്കൂറും 10 മിനിറ്റുമാണ് നമുക്ക് അനുവദിക്കപ്പെട്ടുള്ള സമയം, ഈ ഇൻട്രാക്ഷൻ അടക്കം. അപ്പോൾ ആദ്യം അൻസാർ സംസാരിക്കുകയും പിന്നെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം സമയം പരിമിതമാണ്. ഈ വിഷയം വളരെ വിപുലമാണ് എന്ന് എല്ലാവർക്കും അറിയാം. നാടകത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ചരിത്രം മലയാള നാടകങ്ങൾ കുറച്ചും കൂടി നമുക്ക് ഒതുങ്ങി പറയാൻ പറ്റുമെങ്കിലും അത് തന്നെ വളരെ വിപുലമാണ്. പല ധാരകളാണ് മലയാള നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ. നമുക്ക് പിന്നെ സംഗീത നാടകത്തിൻ്റെ പാരമ്പര്യമുണ്ട്, അത് തമിഴ് സംഗീത നാടകങ്ങളിലൂടെയുള്ള പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ ഒപ്പം ഈ യൂറോപ്യൻ നാടകത്തിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ള പാരമ്പര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ തീം ലെവലിലുള്ള പാരമ്പര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്രഷനിസം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആധുനികമായ പ്രവണതകൾ വന്നപ്പോൾ പുളിമാനയുടെ സമത്വവാദിയോ അല്ലെങ്കിൽ ആ മനുഷ്യൻ നീ തന്നെ പോലെയുള്ള CJ-യുടെ നാടകങ്ങളോ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടക ത്രയമോ പിന്നെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഒരു അസ്തിത്വ ദർശനങ്ങളൊക്കെ വരുന്ന തരത്തിലുള്ള നാടകങ്ങൾ, മരം പോലുള്ള നാടകങ്ങൾ, ദ്വീപ് പോലുള്ള C. രാധാകൃഷ്ണൻ്റെ നാടകങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പല പല ലെയറുകളിലായിട്ട് മലയാള നാടക ചരിത്രം കിടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ജനകീയ നാടക പ്രസ്ഥാനത്തിൻ്റെ ആളുകളായി പറയുന്ന KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് അച്ഛനും ബാപ്പയും മാത്രമല്ല, അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ വളരെ എന്താ പറയുക, വ്യക്തിയുടെ ആന്തരിക ഭാവങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനം നടത്തുന്ന നാടകങ്ങളുണ്ട്. സകാര നാടകങ്ങൾ എന്ന് പറയും, സാക്ഷാത്കാരം, അതുപോലെ തന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, സൂത്രധാരൻ പോലുള്ള നാടകങ്ങൾ. അങ്ങനെ പല 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 അടരുകളിൽ കിടക്കുന്നതാണ് മലയാള നാടകത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ പറഞ്ഞു പോരുന്ന സംഗീത നാടകങ്ങളുടെ ഒരു തുടർച്ച, പിന്നെ എന്താ പറയുക, ശാകുന്തളം പോലുള്ള നാടകങ്ങൾ മുൻനിർത്തിയിട്ട് അതിൻ്റെ നാടക കമ്പനികൾ ആ കാലത്ത് തുടങ്ങിയത്, ഈ PSV നാട്യസംഘം പോലുള്ള നാടക സംഘങ്ങൾ പോലുള്ള അങ്ങനെ പലതരം അക്കാലത്തെ നാടക സംഘങ്ങൾ. നമ്മൾ പലപ്പോഴും നമ്മുടെ മലയാള നാടക പ്രസ്ഥാനത്തിൽ നമ്മൾ വിട്ടുകളഞ്ഞിട്ടുള്ള കുറേ മുസ്ലിം മുൻകൈയിൽ നടന്നിട്ടുള്ള നാടക പ്രസ്ഥാനങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ഈ ബേനജീരെ ബദർ മുനീറ എന്ന് പറഞ്ഞിട്ട് പരപ്പിൽ മുഹമ്മദ് കോയയുടെ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന കൃതിയിൽ അത് പരാമർശിക്കുന്നുണ്ട്. ആ കോഴിക്കോട്ടെ തറവാടുകളിലും മറ്റുമൊക്കെ നടന്നിരുന്ന ഒരു നാടകത്തിൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ച്. അതിൽ നിന്നാണ് ഒരു പക്ഷേ മലബാറിലെ നാടക പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിടുന്നത്. PNM മാലിക്കോയ, വമ്പത്തി നീയാണ് പെണ്ണ് പോലുള്ള നാടകങ്ങൾ. അങ്ങനെ പല തരം നാടകങ്ങൾ അക്കാലം. കണ്ടം വെച്ച കോട്ടൊക്കെ നാടകമായിട്ടാണ് വരുന്നത് ആദ്യകാലം. പിന്നെ അങ്ങനത്തെ ഒരു ട്രഡീഷൻ്റെ തുടർച്ചയായിട്ടാണ് മലബാറിലെ നാടക പ്രസ്ഥാനങ്ങൾ, KT പോലുള്ള ആളുകൾ, പുരോഗമന നാടകങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ വിപുലമായൊരു വിഷയമാണ്. പക്ഷേ അൻസാർ ഏത് മേഖലയിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് ചർച്ചയെ വികസിപ്പിക്കാം. അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹം, സലാം. നേരത്തെ പറഞ്ഞ പോലെ വളരെ ഏറെ ഡീപ്പായിട്ടുള്ള വിഷയമാണ് മലയാള നാടക ചരിത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ധാരകളും ധാരണകളും ഒക്കെ പൊക്കിയെടുത്ത് വരുമ്പോഴേക്കും ഞാൻ കുറേ കീവേഡുകളും നോട്ട്സുകളുമാണുള്ളത്. ഇതേ തുടർന്നുള്ള കുറേ വിഷയങ്ങൾ ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഉത്തരാധുനിക നാടകം, അതേപോലെ മുസ്ലിം നാടകം, കുട്ടികളുടെ നാടകം, ആ വേദികളൊക്കെ വേറെ ഇന്നും നാളെയായിട്ടുള്ള സെഷനുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മലയാള നാടകം വന്ന ചരിത്രവും അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു ചെറിയ പേപ്പറാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതിൽ ചില നോട്ടുകളുണ്ടാവും. അത് പൂരിപ്പിക്കാൻ വേണ്ടി ഹിക്മത്ത് മാഷ് കൂടെ ഉള്ളത്, അത് പൂരിപ്പിച്ച് തരും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഞാൻ തുടങ്ങുന്നു. മലയാള നാടകം കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ്. പുരാതന നാടോടി ക്ഷേത്രകലകളായ കഥകളി, കൂടിയാട്ടം, തുള്ളൽ, കൂത്ത് എന്നിവയിൽ നിന്ന് ആധുനിക സംഭാഷണാത്മക നാടക രൂപത്തിലേക്കുള്ള യാത്രയാണ് മലയാള നാടക ചരിത്രം എന്ന് പറയുന്നത്. ആധുനിക മലയാള നാടകം 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ രൂപപ്പെട്ടെങ്കിലും അത് സാമൂഹിക നവോത്ഥാനം, സ്വാതന്ത്ര്യ സമരം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ആധുനികതയുടെ പരീക്ഷണങ്ങൾ
എന്നിവയുമായി ഇഴപിണിഞ്ഞു വികസിച്ചു. ഇത് നമ്മളൊന്ന് എല്ലാം ഒറ്റക്കെടുത്ത് പരിശോധിക്കാൻ ഇതിൻ്റെ ഉത്ഭവവും ആദ്യകാല ധാരകളും 19-ാം നൂറ്റാണ്ട് മുതൽ 1930-കൾ വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. മലയാള നാടകത്തിൻ്റെ ആധുനിക രൂപം അത് കടം കൊണ്ടതാണ്. പോർച്ചുഗീസ് ക്രൈസ്തവ സ്വാധീനത്തിലുള്ള ചവിട്ട് നാടകങ്ങൾ പോലെയുള്ള ഇതുമായിട്ടുള്ളത് ആദ്യകാല ഉദാഹരണങ്ങളാണ്. എന്നാൽ യഥാർത്ഥ സാഹിത്യ നാടകം സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനങ്ങളിലൂടെയാണ് ആരംഭിച്ചത്. ഹിക്മത്ത് മാഷ് പറഞ്ഞ പോലെ സംസ്കൃത നാടകങ്ങളുടേതാണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ 1882-ൽ അഭിജ്ഞാന ശാകുന്തളം വിവർത്തനം ചെയ്ത് നാഴികക്കല്ലായി. തുടർന്ന് മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, മൃച്ഛകടികം തുടങ്ങിയവ വിവർത്തനം ചെയ്യപ്പെട്ടു. ഞാനിതൊരു ക്രോണിക്കിളായിട്ടാണ് പറയുന്നത്, ചിലപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇടപെട്ടാൽ മതി. ജസ്റ്റ് ഞാൻ അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ ഒരു ക്ലിപ്പുണ്ട്, അത് ആധുനിക കാലത്ത് ഇത് ചെയ്തത്. ക്ലിപ്പ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആയിട്ട് പോവാം. നമ്മുടെ ഗുരു എന്താണിത്ര നിശബ്ദത? അവരെ പുറപ്പെടുമ്പോൾ നീയുള്ളവൻ കാത്തു നിൽക്കുന്നു. നാരായണ നാരായണ ദൈവശേ അല്പം മുമ്പ് എന്റെ ചിന്തയിൽ അവിടുന്ന് പെരുമാറുന്നു. അപ്പോഴേക്ക് വിനോദവും സങ്കീർത്തനായി. നാരായണ നാരായണ. അപ്പോൾ നമുക്ക് രംഗമം വിഷാദാർത്ഥം, നമുക്കൊരു നൃത്തം. അങ്ങയുടെ അഭിലാഷം പോലെ ദൈവസുന്ദരിമാരുടെ നൃത്തം ആരംഭിക്കും. അപ്പോൾ ഇത് അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ മലയാള രൂപമാണ്. ഇതേപോലെ തന്നെയാണ് അതിനുശേഷം വന്ന അതിനൊരു തമിഴ് സംഗീത നാടക സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്ന് പറയുന്ന തമിഴ് സംഗീത നാടക സ്വാധീനം എന്ന് പറയുന്നത് തമിഴിലെ ബാലെ പോലെയുള്ള നാടകങ്ങളായിരുന്നു. ഈ അഭിജ്ഞാന ശാകുന്തളവും ബാലെ പോലെ അതിനുശേഷം വന്ന ഒരു സൃഷ്ടിയായിരുന്നു നാടകത്തിലുള്ള, മലയാള നാടകത്തിലുള്ള. അതുകൂടാതെ രാമായണ മഹാഭാരത കൃതികളെ ആധാരമാക്കിയുള്ള ഇതേപോലെയുള്ള സംഗീത നാടകങ്ങൾ ഒക്കെ ജനപ്രിയമായി ഇത് ചെയ്തു. ഇതിൽ പ്രധാനമായിട്ടുള്ള ഇതുകളാണ് TC അച്യുതമേനോൻ്റെ സംഗീത നൈഷദ്യം. നൈഷധം 1892 പുറത്തിറങ്ങിയതാണ് TC അച്യുതമേനോൻ്റെ സംഗീത നൈഷധം എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അതിന് തുടർന്ന് 1903 KC കേശവപിള്ള എഴുതിയ സദാരാമ എന്നുള്ള നാടകം, എരുവയിൽ ചക്രപാണി വാര്യർ 1913 എഴുതിയ ഹരിശ്ചന്ദ്ര ചരിതം എന്ന നാടകങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഇതിൽ 1898-99 മലയാള നാടകയുടെ യഥാർത്ഥ ചരിത്രം ആരംഭിക്കുന്നതെന്ന് പറയുന്നത് സാരഞ്ജിനി പരിണയം എന്ന് പറയുന്ന അയ്യത്താൻ ഗോപാലൻ എഴുതിയ സാരഞ്ജിനി പരിണയം ആണ് ആദ്യത്തെ യഥാർത്ഥ നാടകവേദിയുടെ ആദ്യത്തെ നാടകമെന്ന് CN ശ്രീകണ്ഠൻ നായർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ ഷേക്സ്പിയറിൻ്റെ സ്വാധീനത്തിലുള്ള 1866 കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് എഴുതിയ, അതായത് കോമഡി ഓഫ് എറേഴ്സ്, ഷേക്സ്പിയർ എഴുതിയ നാടകത്തിൻ്റെ വിവർത്തനമായിട്ടുള്ള ആൾമാറാട്ടം എന്നതും ഈ ഇങ്ങനെ ആദ്യമായിട്ട് വന്ന നാടകമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതിന് ശേഷം വന്ന 1909 അതായത് ഫാഴ്സ് ധാര, അതായത് പ്രഹസന ഹാസ്യവ്യംഗ്യ നാടകം എന്നുള്ള രീതിയിൽ CV രാമൻപിള്ളയുടെ കീഴിൽ CV രാമൻപിള്ള എഴുതിയ കുറച്ച് നാടകങ്ങൾ ആ ടൈമിൽ വന്നിട്ടുണ്ട്. 1909 എഴുതിയ കുറുപ്പില്ല കളരി, 1914 എഴുതിയ തെണ്ടനാംകോട്ട് ഹരിശ്ചന്ദ്രൻ എന്നിവ, അതേപോലെ കൈമളച്ചൻ്റെ കടച്ചിക്കൈ 1915 ഒരു തമിഴ് സ്വാധീനത്തിലോട് കൂടി എഴുതിയ കൈമളച്ചൻ്റെ കടച്ചിക്കൈ എന്നുള്ള നാടകവും, 1921 ബട്ട്ലർ പപ്പൻ എന്നുള്ള നാടകവും,
അദ്ദേഹം രചിച്ചതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതേ തുടർന്ന് EV കൃഷ്ണപിള്ളയുടെ ഹാസ്യ നാടകങ്ങളും ഈ പ്രഹസന നാടകത്തിൻ്റെ ധാരയെ വളരെ സമ്പന്നമാക്കുകയുണ്ടായി. അതിനുശേഷം ചരിത്ര ദുരന്ത നാടകധാര, അതിന് ശരിക്കും പറയുന്നത് അതിന് പ്രത്യേക പേരുണ്ട്, ചരിത്ര ദുരന്തം. ഈ സീരീസിലുള്ള അത് അതെ അതെ ട്രാജഡി. ഇപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ CV രാമപിള്ളയുടെ പ്രത്യേകത, അയാൾ വളരെ ബൃഹത്തായിട്ടുള്ള ആദിമധ്യാന്ത പൊരുത്തമുള്ള ചരിത്രത്തെ കഥാംശമായി സ്വീകരിക്കുന്ന നാടകമായിട്ടുള്ള മാർത്താണ്ഡവർമ്മയും പോലത്തെ അത് അദ്ദേഹം ഒരു ഗംഭീരനായിട്ടുള്ള നോവലിസ്റ്റാണ്. മറ്റേ രാമരാജ ബഹദൂർ, അതൊക്കെ അതേ മനുഷ്യൻ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള നാടകങ്ങൾ എഴുതിയതിൻ്റെ പേരുകളൊക്കെ നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ ഈ EV കൃഷ്ണപിള്ള ആയാലും NP ചെല്ലപ്പൻ നായരായാലും BA മായാവി, അങ്ങനെയൊക്കെയുള്ള ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരു ആധുനിക സമൂഹ രൂപീകരണം നടക്കുകയാണ് കേരളത്തിൽ. ആ ആധുനിക സമൂഹ രൂപീകരണ തുടക്കത്തിലാണ്, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമാണിത്. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയിട്ട് പൊതുരംഗത്ത് വരുന്നത് ശരിക്കും ഈ പ്രഹസനം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക വാക്കായിട്ട് സംസ്കൃത നാടക പാരമ്പര്യത്തിലുള്ളൊരു വാക്കാണ്. തമാശ എന്നുള്ളത്, ഇപ്പം നമ്മളാ വാക്ക് നമ്മളെ ഭാഷയിൽ പ്രഹസനം എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിക്കൂട്ടൽ എന്നുള്ള അർത്ഥമാണല്ലോ. ഒരു ഹാസ്യം കൂടുതൽ പ്രാധാന്യമുള്ള ആക്ഷേപഹാസ്യ സ്വഭാവമുള്ള ലഘുവായിട്ടുള്ള നാടകങ്ങൾ എന്നാണ് പ്രഹസനം കൊണ്ട് അർത്ഥമാക്കുന്നത്. സംസ്കൃതത്തിലും അത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാറ്റേണിൽ ഫാൾസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് അതിൻ്റെ ടേം. അപ്പോൾ ഈ ഒരു നാടകങ്ങളുടെ കണ്ടന്റിൽ പലപ്പോഴും ഇന്ന് സ്ത്രീപക്ഷ വിമർശകരൊക്കെ പറയുന്നത് സ്ത്രീകളുടെ ഒരു പൊതുരംഗപ്രവേശം, അവർ വിദ്യാഭ്യാസത്തിലേക്കും അവർ തൊഴിൽ മേഖലകളിലേക്കൊക്കെ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അവരെങ്ങനെ ഒരു പരിഹാസം ഉണ്ടല്ലോ, കൊച്ചമ്മമാർ ഒരു വാനിറ്റി ബാഗ് കൊടുത്ത് സൊസൈറ്റി ലേഡി എന്നൊക്കെ പറയുന്ന ആ തരത്തിലുള്ള പരിഹാസങ്ങളുടെ തുടക്കം ഇത്തരത്തിലുള്ള ആക്ഷേപഹാസ്യ നാടകങ്ങളിലൂടെ തുടങ്ങുന്നുണ്ട്. കുറേ നാളെ ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അങ്ങനത്തെ ആക്ഷേപഹാസ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാർ എഡ്യൂക്കേഷൻ നേടിയപ്പോൾ അവർ ഒരു മെയിൻ സ്ട്രീമിലെ സ്പേസിൽ വരുന്നു. അക്കാലം വരെ സവർണ അല്ലെങ്കിൽ ഒരു എലീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ ഭരിച്ചിരുന്നതും മേൽക്കൈയുള്ളതും. അപ്പോൾ സാധാരണക്കാരുടെ പ്രവേശം, സ്ത്രീകളുടെ പ്രവേശം, ഇതിനോടൊക്കെയുള്ള ഒരുതരം പരിഹാസം, അവർക്ക് നേരാവണ്ണം ഇതൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പൊളിറ്റിക്കലി ഉള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. സ്ത്രീപക്ഷ എന്നൊക്കെ വന്നിട്ടുണ്ട് പിൽക്കാലത്ത്. ഏതായാലും വളരെ ഒരു സരസമായിട്ടോ ആക്ഷേപഹാസ്യ സ്വഭാവമുള്ളതോ ആയിട്ടുള്ളൊരു പാരമ്പര്യമായിരുന്നു ആ നാടകങ്ങൾക്കുണ്ടായത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. തിരുവനന്തപുരം പ്രഹസനങ്ങൾ എന്ന് വരെ അതിനെ പറയും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് അത്തരം നാടകങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ദുരന്തം എന്ന് പറയുന്നത് അക്കാലത്ത് അങ്ങനത്തെ നാടകങ്ങൾ ഞാൻ പറയും. തിരുവനന്തപുരം ഓസ്ട്രേലിയ തെക്കൻ കേരളത്തിലുള്ള അല്ലേ, തെക്കൻ പക്ക തെക്കൻ സ്ലാങ് ആണ്, തമിഴ് കലർന്ന. ഇനി സാമൂഹിക രാഷ്ട്രീയ ധാരയുടെ തുടക്കമാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് 1929 നമ്പൂരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ വിപ്ലവകരമായിരുന്നു. അതായത് സാമൂഹ്യ രാഷ്ട്രീയ ധാരയുടെ തുടക്കമാണ് 1929 VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്കെന്നുള്ളത്. അതായത് നമ്പൂരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള വിപ്ലവ നാടകമായിരുന്നു. അതിനുശേഷം 1938 K. ദാമോദരൻ്റെ പാട്ടബാക്കി എന്ന നാടകം വരുന്നു. ആദ്യ രാഷ്ട്രീയ നാടകമായി അത് കണക്കാക്കപ്പെടുന്നു. ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഇത് ക്ലിപ്പെല്ലാം പുതിയ വെർഷനിലെ ഇതാണ്, പുതിയ കാലത്ത് ചെയ്തതായിരിക്കും. എന്തെങ്കിലും ഒരു ചവിട്ടാ
ഒരു 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 സാധാരണ പിന്നെ കുടുംബത്തിലെ ആ കാലത്ത് ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നാടകത്തിൽ പ്രകടമായി തുടങ്ങുന്ന അതിൻ്റെ സൂചനയായിട്ടാണ്. കെ ദാമോദരൻ മാർക്സിയൻ ആശയലോകത്തുള്ള ഒരാളാണല്ലോ. അദ്ദേഹം പാട്ടബാക്കി എഴുതിയതാണ് ആദ്യത്തെ മലയാളത്തിലെ രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത്. ഇതിനകത്ത് കുഞ്ഞുമാളു എന്ന് പറഞ്ഞപ്പോൾ ഈ ഭിക്ഷ എന്ന് പറയുന്നത് ഭിക്ഷക്ക് വന്നതല്ല ആ ക്യാരക്ടർ. അയാളൊരു നല്ല ഒരു മധ്യവർഗ കുടുംബത്തിലൊക്കെ ആൾ തന്നെയാണ്. പക്ഷെ പല കാരണങ്ങളാൽ പലതരം പ്രതിസന്ധികളും തകർച്ചയൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ സഹോദരി അവസാനം വേശ്യാവൃത്തിക്ക് പോകുന്ന കുഞ്ഞുമാളും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അവൾ സ്വന്തമായിട്ട് വേറെ മാർഗ്ഗമില്ല ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അവൾ സ്വന്തം ഒരു നിലപാടൊക്കെ എടുക്കുന്ന തരത്തിലുള്ളൊരു നാടകമാണ് ശരിക്കും പറയുന്നത്. അത് ഈ പറഞ്ഞ ജന്മിത്വം, ബൂർഷ്വാസി, ഇവരൊക്കെയാണ് അതിൽ വില്ലന്മാർ. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു പൊളിറ്റിക്സാണ് ആ കാലഘട്ടത്തിലെ ഒരു കാർഷിക സമരങ്ങളുടെയും ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിൻ്റെ ഒക്കെ ഒരു ആശയം ആദ്യമായി ശക്തമായി പ്രതിഫലിപ്പിക്കുന്ന നാടകത്തിൻ്റെ ഒരു ഇതാണ്. അത് ആധുനിക കാലത്ത് പുതിയ കാലത്ത് ചെയ്തതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും. ചന്ദ്രഹാസൻ മാഷ്, ഓക്കെ, ലോകധർമ്മി, അത് ഇവിടെ കോട്ടൊക്കെ കളിച്ചിരുന്നു ഒരിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ഓക്കെ. അതിനുശേഷമുള്ളത് 1940-കൾ മുതൽ 1970-കൾ വരെയുള്ള സ്വതന്ത്രാനന്ദ ധാരകൾക്കുള്ള നാടകങ്ങളാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നാടകം സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളുടെ ശക്തമായിട്ടുള്ള ആയുധമായി മാറി. അത് കേരള പീപ്പിൾസ് ആർട്ട് ക്ലബ്ബ്, അതായത് KPAC, 1950-കളിൽ അതിൻ്റെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു. ഈ വിഷയത്തിലേക്ക് കുഞ്ഞാലി മാഷിൻ്റെ ഒരു സെഷനുണ്ട്, രാഷ്ട്രീയ നാടകം അതിൽ. എന്നാൽ ഇതിൻ്റെ ഒരു കീവേഡ് എന്നുള്ള നിലയിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ ഒരു ചെറിയ ഭാഗം കാണുന്നില്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി 5000-ത്തിലധികം വേദികളിൽ തുടരെ അവതരിപ്പിച്ച ശേഷവും KPAC നാടകം ഇടയ്ക്കിടെ അവതരിപ്പിച്ചു പോരുകയായിരുന്നു. രാഷ്ട്രീയ ചരിത്രത്തിലും നാടക ചരിത്രത്തിലും തോപ്പിൽ ബാസിയുടെ ശബ്ദമാണ്. കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരും സമ്മതിക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ ഈ സംഭവ വികാസങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നാശമാണെന്ന് വൃഥാ വ്യാമോഹിക്കുന്ന കേരളത്തിലെ ഒരു കുത്തക മുതലാളി പത്രം 1-ാം പേജിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കി എന്നൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നാടകാന്ത്യത്തിൽ പരവുമുള്ള ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി താഴെ ഇരുന്നതായിട്ടാണ് ആ കാർട്ടൂൺ. രാഷ്ട്രീയത്തിലെ അല്പബുദ്ധികളായ അവർക്ക് ഈ നാടകം തന്നെ മറുപടി പറയും. ഈ നാടകം അരങ്ങ് തകർത്തുകൊണ്ടിരുന്ന ആദ്യകാലത്ത് അതിൽ വിറളി പിടിച്ച കോൺഗ്രസ് പ്രമാണിമാണ്. പ്രശസ്ത നാടകകാരനായ CJ തോമസിനെ കൊണ്ട് വിഷവൃക്ഷം എന്നൊരു നാടകം ഇതിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇതിൽ പരമപിള്ള എന്ന് പറയുന്ന ഒരു പരമ്പരാഗത ഒരു ജന്മി ആയിട്ടുള്ള ആളുടെ മകൻ കമ്മ്യൂണിസ്റ്റ് ആവുന്ന ഒരു കഥയായിരുന്നു. അപ്പോൾ അയാളെ ഇങ്ങനെ ഇയാൾ പരിഹസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവസാനം എൻ്റെ മകനാണ് ശരി എന്ന് പറഞ്ഞ് ഈ ചെങ്കൊടി പരമപിള്ള കൂടി ഏന്തിക്കൊണ്ടാണ്. അതാണ് നിങ്ങൾ എന്നെ കൂടി കമ്മ്യൂണിസ്റ്റാക്കി. മകൻ്റെ വിപ്ലവ വീര്യത്തെ എതിർത്ത് പറഞ്ഞിരുന്ന അച്ഛൻ അവസാനം ആ പതാക ഏറ്റുവാങ്ങുന്നതോടുകൂടിയാണ് നാടകം തീരുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വ്യാപകമായി ചെറുപ്പക്കാരെയും ഒക്കെ സ്വാധീനിച്ച ഒരു ഇതായിരുന്നു. അപ്പോൾ ആ കാമ്പിശ്ശേരി കരുണാകരനാണ് പരമപിള്ളയായിട്ട് ആദ്യകാലത്ത് അഭിനയിച്ചിരുന്നത് ഈ തോപ്പിൽ ബാസിയുടെ കാലത്ത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിന് EMSഉം എന്തോ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിൽ അവതരണത്തിൽ EMS അഭിനയിച്ചിട്ടുണ്ട് എന്ന് എവിടെയോ വായിച്ചത് അവർ ഓർക്കുന്നുണ്ട് ആദ്യം, അല്ലേ? പഴയ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും എനിക്ക്, അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ യെസ്, നിങ്ങളത് പറയാനുണ്ടല്ലേ, ഏരിയ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ നാടകം ഉണ്ടാക്കിയൊരു മാറ്റം എന്ന് പറയുന്നത്, ഒന്ന്, അക്കാലം വരെ ഇപ്പോൾ നമ്മളീ പറഞ്ഞ ഈ പ്രഹസനം ആയാലും അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്നിട്ടുള്ള നാടകങ്ങളായാലും ഒരു സ്റ്റേജിനെ കുറിച്ചുള്ള ഒരു സങ്കല്പത്തിൽ, ഉദാഹരണത്തിന് ഒരു ഫസ്റ്റിൽ പരമപിള്ള കടന്നു വരുന്ന രംഗം വിവരിക്കുന്നത് ഒരു മടലിൽ തെങ്ങിൻ്റെ മടൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് 2-3 തേങ്ങയൊക്കെ ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് സ്റ്റേജിലേക്ക് വരിക. ഇതെന്താ, അടുത്തൊന്നും ആരും നോക്കാനൊന്നുമില്ലേ, തൊടിയിലൊക്കെ വീട് കിടക്കുകയാണല്ലോ തേങ്ങ എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഒരു നാട്ടിൻപുറത്ത് കാണുന്ന ഒരു കാഴ്ച സ്റ്റേജിൽ കണ്ട് ആളുകൾ അത്ഭുതപ്പെടുകയാണ്. കാരണം അവർ പരിചയിച്ച നാടകങ്ങൾ വളരെ അലൗകിക കഥാപാത്രങ്ങൾ,
ശാകുന്തള മറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു. അതിന് മാറിയിട്ട് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം സ്റ്റേജിൽ കാണുക എന്നുള്ള നിലക്ക് ആളുകൾ ആകെ ഇതിൽ ആകൃഷ്ടരാകുന്നതിനെ പറ്റിയൊക്കെ പഠനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ എന്നെ ശരിക്കും എൻ്റെ മകനാണ് ശരി എന്ന് പറഞ്ഞ് സോമൻ എന്ന പേരിലാണ് ഇത് ആദ്യം എഴുതുന്നത്. കാരണം തോപ്പിൽ ഭാസി ഇതിൻ്റെ പേരിൽ ഒളിവ് പോകേണ്ടി വന്നിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന വിഷവൃക്ഷം പോലുള്ള നാടകങ്ങളും നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങളും ഒക്കെ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പരാമർശിക്കുന്നുണ്ട്. CJ തോമസ് ആണ് വിഷവൃക്ഷം എഴുതിയത്. CJ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷേ CJ ആശയപരമായ വിയോജിപ്പ് കാരണം പിന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാവുകയും അതിനെതിരെ ഇതിനെതിരെ എഴുതിയ ഒരു നാടകമാണ് വിഷവൃക്ഷം, CJ തോമസ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പരാമർശിക്കുന്നത്. കോൺഗ്രസ് പ്രമാണിമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അതിനുള്ള ബദൽ നാടകങ്ങളെയാണ് ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ഇതൊരു ലാൻഡ്മാർക്കായിട്ടുള്ള കൃതിയാണ് മലയാളത്തിൽ. അത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ളത് അതിൻ്റെ വിശദീകരണം ഹിക്മത്ത് മാഷ് തന്നിരുന്നു. ഇത് ഒട്ടനവധി തൊഴിലാളി കർഷക സമരങ്ങളെയൊക്കെ പ്രതിഫലിപ്പിച്ച ഒരു നാടകമാണ്. മറ്റ് കൃതികൾ അദ്ദേഹത്തിൻ്റെ മുടിയനായ പുത്രൻ, ഇന്നലെ, ഇന്ന്, നാളെ അങ്ങനെയൊക്കെയുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ധാരയിൽ വരുന്നതാണ് ചെറുകാടിൻ്റെ നമ്മളൊന്ന് എന്നുള്ളതും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൂട്ടുകൃഷിയും KT മുഹമ്മദ് മുതലായവരും ഈ ധാരയിൽ വരുന്നുണ്ട്. അടുത്തത് പരീക്ഷണാത്മക ധാര, മോഡേണിസ്റ്റ് രൂപം കൈക്കൊള്ളണമെന്ന് പുളിമന പരമേശ്വരൻ പിള്ള 1944 സമത്വവാദി എന്ന നാടകത്തിലൂടെയാണ് ഒരു എക്സ്പ്രഷനിസ്റ്റ് സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവന്നത്. അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആ വാക്ക് തന്നെ സമത്വവാദി, ആ പേര് തന്നെ ഉണ്ട്. അദ്ദേഹം ഒന്ന് നാടകത്തിൻ്റെ ഒരു രീതി സാധാരണ എന്താ, ഒരു നല്ല ഒരു കഥ ഉണ്ടാവും, ഒരു കുടുംബത്തിൻ്റെ കഥ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ നടക്കുന്ന സംഘർഷങ്ങൾ ഉണ്ടാവും. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു പാറ്റേണാണ് KPSC പോലുള്ള നാടക സംഘങ്ങൾ തുടർന്നത്. എല്ലാവർക്കും മനസ്സിലാവും. ഒരു സാധാരണ നിത്യജീവിത വ്യവഹാരങ്ങളൊക്കെ അരങ്ങിൽ വരുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടും, മനസ്സിലാവും. അങ്ങനത്തെ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. പാട്ടവാക്കിയും നമ്മളൊന്നും പിന്നെ ഇത് ഭൂമിയാണും ആ ഒരു സമ്പ്രദായം 1950 കാലത്ത്. ഇപ്പോൾ യോഗക്ഷേമ സഭയുടെ നാടകങ്ങൾ എന്ന് പറയുന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി 1929 വന്ന നാടകമാണ്, 1929. പക്ഷേ അതിൻ്റെയൊക്കെ ശേഷമാണ് രാഷ്ട്രീയ നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം, പിന്നെ MRBയുടെ മറക്കുടക്കുള്ളിലെ മഹാനരകവും, അങ്ങനത്തെ നാടകങ്ങളൊക്കെ ഒരു ഒറ്റക്കാലം 29 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന് പിന്നെ ഒരു 35 ആകുമ്പോഴേക്ക് മറ്റ് നമ്പൂതിരി യോഗക്ഷേമ നാടകങ്ങൾ വന്നു. അതൊക്കെ പുറത്തേക്ക് പോവുകയും അത് ഭയങ്കര സ്വാധീനം ഉണ്ടാക്കി. അത് നമ്പൂരി സമുദായത്തിൽ ഇളക്കണ്ടായ, സ്വാഭാവികമായിട്ടും ഉള്ളിലിങ്ങനെ നിന്നിരുന്ന, സ്വന്തം പാരമ്പര്യത്തെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ ഇരുന്നിരുന്ന ഒരു സമൂഹത്തിൽ കുറേ റിബലുകൾ ഉണ്ടാവുക. വീട്ടിലൊക്കെ കടുത്ത റിബലുകളാണ് ആദ്യകാലം. പ്രേംജി എന്ന് പറയും. പ്രേംജി നാടകം ഋതുമതി, പ്രേംജിയുടെ നാടകമാണ് ഋതുമതി. പ്രേംജി പിന്നെ സിനിമയിലും ഒക്കെ ഗംഭീര ആക്ടറായിട്ട് പിറവി പോലുള്ള അതിലൊക്കെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ കാലഘട്ടത്തിലുള്ള കുറേ റവല്യൂഷൻ എന്ന് പറയാവുന്ന തിയേറ്റർ ലെവൽ. ഉദാഹരണത്തിന് ആദ്യമായി അരങ്ങിൽ പെട്രോമാക്സ് ഉപയോഗിച്ച് ലൈറ്റ് ഡിസൈനിങ് നടത്തിയിരുന്നത് നമ്പൂതിരി യോഗക്ഷേമ നാടകങ്ങളാണ്. പരിയാനം പറ്റ എന്ന് പറഞ്ഞ ഒരു നമ്പൂതിരി, അയാളാണ് അത്ര ലൈറ്റ് ഡിസൈനർ ആയിട്ട് യോഗക്ഷേമ സഭയുടെ നാടകങ്ങളിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ പല വിപ്ലവങ്ങളും അക്കാലത്ത് വന്നിട്ടുണ്ട്. അന്ന് പരമ്പരാഗത യാഥാസ്ഥിതിക നമ്പൂതിരിമാർ ഈ നാടകം ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയും 1929 തൃശ്ശൂർ ഇടക്കുന്നി ഉപസഭ യോഗക്ഷേമ സഭ വാർഷികത്തിൽ ഇത് ഓഡിറ്റോറിയത്തിൽ കളിക്കാൻ നിൽക്കുമ്പോൾ ഇവരെല്ലാം പുറത്തു പോയിരുന്നു വർത്തമാനം പറയാണ്, പഴയ ചിട്ടയുള്ള നമ്പൂതിരിമാർ. കാരണം അങ്ങനെയുള്ള രീതിയിൽ ഇത് എന്ത് കഴിഞ്ഞാൽ. പക്ഷേ ഒന്നാമത്തെ രംഗം തുടങ്ങിയത് തന്നെ ഈ അവരുടെ നമ്പൂതിരിമാരുടെ ഓത്ത് പഠിക്കുന്ന ഓത്തൻ എന്ന് പറഞ്ഞാൽ ഓതി കൊടുക്കുന്ന മോലിയരെ പോലത്തെ ഒരാളാണ് നമ്പൂതിരിമാരുടെ. അപ്പോൾ കുട്ടികളിങ്ങനെ ഉണ്ണി നമ്പൂതിരിമാർ ഇരുന്നിട്ട് ഇങ്ങനെ കുടുംബമൊക്കെ ആയിട്ട് അവർക്ക് ഉപനയനം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അക്ഷരം, അവരുടെ ഈ വേദത്തിൻ്റെ തുടക്കം പഠിപ്പിച്ചു കൊടുക്കുന്ന ആ രംഗം കണ്ടിട്ട് അവിടെ കൂടിയിരുന്നവർ ഓർത്ത് ചിരിക്കാൻ തുടങ്ങി. ഈ ചിരിയും ബഹളവും കേട്ടിട്ട് പുറത്ത് ബഹിഷ്കരിച്ചവർ മുഴുവൻ ഇരച്ച് കയറി ഹാള് മുഴുവൻ ഫുള്ളായി എന്നാണ്. എന്നുവെച്ചാൽ അവർ ഇതിനെ എതിർത്തിരുന്ന ആളുകൾ മുഴുവൻ ഭയങ്കര ഹർഷാരവം ഇതോടെ അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് VT. അങ്ങനെ EMS ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. EMS ഒക്കെ അന്ന് അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നാടകം കൊണ്ട് ഒരു സമുദായത്തെ പരിഷ്കരിക്കാം എന്ന് ഞാൻ അന്നാണ് ചിന്തിച്ചതെന്നാണ് EMS പറയുന്നത്. അത്രമേൽ ആളുകൾ
അതിലിങ്ങോട്ട് വരികയാണ്. അവസാനം അതിൽ മാധവൻ എന്ന് പറയുന്ന ആളാണ് അതിൽ ആ അല്ലേ ഇവിടെ സാവിത്രിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു വൃദ്ധനായ കർക്കടാങ്കുന്നൻ നമ്പൂതിരിയാണ് നിശ്ചയിച്ചിരുന്നത്. അയാളുടെ എത്രാമത്തെയോ വേളിയാണത്. പക്ഷേ ഈ കൗമാരക്കാരിയായ സാവിത്രിയെ അപ്പോൾ അതിനെതിരെ പിന്നെ പോലീസിനെ കൂട്ടിയിട്ട് മാധവൻ വരികയാണ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ ആധുനികമായിട്ടുള്ള അതുപോലെ ഇംഗ്ലീഷിൻ്റെ വരവ്. മംഗളപത്രം വായിക്കുന്നത് അതുവരെ സംസ്കൃത മലയാളത്തിലായിരുന്നു, ഇതിൽ ഇംഗ്ലീഷിലാണ് കല്യാണത്തിന് മംഗളപത്രം വായിക്കുന്നത്, ഈ നാടകത്തിലെ കല്യാണം. മൊത്തം നമ്പൂരിമാരെ ഒരു പ്രത്യേക പാറ്റേണിനെ പൊളിച്ച് പുതിയ ഒരു ലോകവീക്ഷണം കൊടുത്ത നാടകമാണ് യഥാർത്ഥത്തിൽ യോഗക്ഷേമ സഭയുടെ നാടകം. ഞാൻ ഇപ്പോൾ എന്ത് പറയാനടുത്ത് സമത്വവാദി പുളിമാനയുടെ സമത്വവാദിയും പോലത്തെ നാടകങ്ങൾ. അക്കാലത്ത് ലോകത്തിലെ സാഹിത്യത്തിലുണ്ടായിട്ടുള്ള പ്രവണതകൾ പലതരം, റൊമാൻറ്റിസിസം, മറ്റേത് അത് ഇത് മോഡേണിസം, ഇങ്ങനത്തെ പ്രവണതകളുടെ ഒരു പാറ്റേൺ നാടകത്തിൽ വന്നു തുടങ്ങുന്ന കാലത്ത് പുളിമാന പരമേശ്വരൻ പിള്ള കുറച്ച് ലോക സാഹിത്യത്തെക്കുറിച്ച് ബോധമുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം മലയാളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലൊരു നാടകം എഴുതാൻ തീരുമാനിക്കുന്നതാണ്. സമത്വവാദിയിൽ ക്യാരക്ടേഴ്സിനൊന്നും വ്യക്തിപരമായ പേരുകളില്ല. ഒരു കഥാപാത്രത്തിൻ്റെ പേര് സമത്വവാദി, ഒരു കഥാപാത്രത്തിൻ്റെ പേര് കാമുകി, അങ്ങനെയൊക്കെയാണ്. എന്നുവെച്ചാൽ ഒരു ഐഡൻറ്റിറ്റി അവർക്ക് പേരില്ല. അപ്പോൾ ലക്ഷ്മിന്നോ കുഞ്ഞുകൃഷ്ണൻ എന്നൊക്കെ കൊടുക്കാമല്ലോ, പകരം എന്താ സമത്വവാദി എന്ന ഒരാളുടെ പേര്. അപ്പം അങ്ങനെയുള്ള യഥാർത്ഥ പേരല്ലാത്ത ഇങ്ങനത്തെ പൊതുനാമങ്ങളിലൂടെ ആണ് വ്യവഹരിക്കപ്പെടുന്നത്. നമ്മൾ വിചാരിച്ചൊരു നേരെ പാറ്റേണിലുള്ള ഒരു കഥയല്ല. ഒരു പക്ഷേ ഇവിടെ പരാമർശിച്ച ബെർണാഡ് ഷാൻ്റെ ഒക്കെ ചില നാടകങ്ങളുടെ പാറ്റേണൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും സമത്വവാദി വായിച്ചാൽ. അപ്പം അങ്ങനത്തെ ഒരു പാരമ്പര്യം 1950കളോടെയോ 50കളുടെ തുടർച്ചയിലൊക്കെയാണ് മലയാളത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ് CJ തോമസ് ആധുനിക മലയാള നാടകത്തിൻ്റെ പിതാവ് എന്നുള്ള പദവിക്ക് അർഹൻ തന്നെയാണ് അദ്ദേഹം. CJ തോമസ് അദ്ദേഹത്തിൻ്റെ അവൻ വീണ്ടും വരുന്നു, 11/28 ക്രൈം 27, ആ മനുഷ്യൻ നീ തന്നെ എന്നിവ ഈ പരീക്ഷണാത്മക ഘടകങ്ങളിൽപ്പെട്ട നാടകങ്ങളാണ്. അതിൻ്റെ ഒരു CJ തോമസിൻ്റെ ഒരു ക്ലിപ്പുണ്ട്, അത് എന്നാണ്. ഏതൊക്കെയോ ക്യാപ്ഷൻ, അബ്സേർഡ് ക്യാപ്ഷൻ. ശക്തവും വ്യത്യസ്തവുമായ ഒരു വഴിത്താര തുറന്നിട്ട ഒരു പാചകനാണ് CJ തോമസ്. അനിശ്ചിതമായ ആ തൊഴിലിലൂടെ അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിറന്നെടുത്ത ധീരമായ ഒരു പരീക്ഷണമായിരുന്നു 1128 ക്രൈം 27. നിലവിൽ വന്ന വളരെ ഉദാസീനവും ദുർബലവുമായ നാടകശൈലികളിലേക്ക് ലോക നാടകങ്ങളിലെ പുത്തൻ പ്രവണതകളുടെ മുന്നിലാട്ടം വായിക്കുകയായിരുന്നു CJ ഈ നാടകത്തിലൂടെ ചെയ്തത്. കഥയും കഥാപാത്രങ്ങളും സ്ഥലകാല ക്രിയകളുമൊക്കെ നമ്മുടെ പതിവ് അനുഭവശീലങ്ങൾക്ക് പുറത്തേക്ക് സഞ്ചരിക്കുക ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ്. നമ്മളിപ്പോൾ ഈ സ്റ്റേജിലേക്ക് സദസ്സുന്ന ആളുകൾ കയറി വരിക, നാടകത്തിൽ ഇടപെടുക, അയാൾ ക്യാരക്ടറായിരിക്കും, അങ്ങനത്തെ പാറ്റേണൊക്കെ ശരിക്കും മലയാളത്തിൽ കണ്ടു തുടങ്ങുന്നത് CJയുടെ. കാരണം ക്രൈം 1128 ക്രൈം 27 അങ്ങനെ ആ നാടകത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഗുരുവും ശിഷ്യനുമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവർ ഉള്ളിലൊരു നാടകം, പുറത്ത് ഗുരുവും ശിഷ്യനും പറയുന്ന നാടകം. ഗുരുവാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഡിസൈനർ. എന്നിട്ട് ഗുരു എന്ത് ചെയ്യുന്നു, എന്നാൽ ആ നാടകം അവിടെ കളിക്കട്ടെ, എന്നങ്ങനെ ബാക്കി അവരങ്ങനെ കളിക്കും. ഇടയ്ക്ക് ഓവറായിട്ട് ഡയലോഗ് പറയുകയാണെങ്കിൽ ആ കർട്ടൻ്റെ അപ്പുറത്തുനിന്ന് ഗുരു എണീറ്റ് വന്നിട്ട് ഈ നാടകത്തിൽ ഇടപെടും. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ നീട്ടി വലിച്ച് സംഭാഷണം പറയുന്നത്, അങ്ങനെ ഇടയ്ക്ക് ഇടപെടും. അതൊരു എപ്പിക് എന്ന് പറയുന്ന സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ. ജർമ്മൻ കവിയും മാർക്സിയനും നാടകകൃത്തും സംവിധായകനുമായിട്ടുള്ള ബെർത്തോൾഡ് ബ്രെഹ്റ്റ് ഒരു സമ്പ്രദായമാണ് എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നത്. അതായത് കാണികൾ ഒരു നാടകത്തിൽ ഇങ്ങനെ ലയിച്ചിരുന്ന് ആസ്വദിച്ച് അത് സമ്പൂർണ്ണമായി അതിലിങ്ങനെ വിലയനം കൊള്ളാൻ പാടില്ല. മറിച്ച് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിച്ഛേദം വരണം, ആസ്വാദനത്തിൽ ഇങ്ങനെ ബ്രേക്ക് ആവണം, ഭംഗം വരണം. അപ്പം മാത്രമേ അവർക്ക് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഇതിനോട്
വിപ്ലവപരമായി പ്രതികരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ വിജയിച്ചു, എല്ലാ വിപ്ലവവും വിജയിച്ച് കൈയടിച്ച് ഇറങ്ങിപ്പോയാൽ അവർ ആശ്വാസത്തോടെ ഇറങ്ങിപ്പോവും, സമൂഹത്തിലൊന്നും പ്രവർത്തിക്കൂല. വേറെ വിപ്ലവമൊന്നും വിജയിക്കാതെ ഇറങ്ങിപ്പോയാൽ അവർക്കൊരു ദേഷ്യം ഉണ്ടാവും ആ വില്ലനെ കൊല്ലാൻ. അപ്പോൾ സൊസൈറ്റിയിൽ ആ വില്ലന്മാർക്കെതിരെ ഇവർ പ്രവർത്തിച്ചോളും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹികമായ ചിന്തയൊക്കെ ഇതിനകത്തുണ്ട്. യഥാർത്ഥത്തിൽ എലിനേഷൻ എന്ന് പറയുന്ന ഒരു തിയറി, ആ സിദ്ധാന്തം ഇതിനകത്ത് അതിൻ്റെ ഒരു സാങ്കേതികത ഉപയോഗിച്ചിട്ടുള്ള ഒരു ആദ്യ നാടകമാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ അരങ്ങിലെ അവതരണ സമ്പ്രദായങ്ങളിൽ ഒരു പുതുമ കൊണ്ടുവന്ന നാടകം കൂടിയായിട്ട് ക്രൈം എന്ന് പറയുന്ന CJയുടെ നാടകത്തെ, അതൊരു ഒരു സിമൻറ്റ് ചൂളയിലെ കൊലപാതകം അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അതിൽ മനുഷ്യരുടെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും പച്ചയായി പുറത്തിട്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ അതിൽ കപടമായി അത് അനുവർത്തിക്കുന്ന ആളുകളെ അവരൊക്കെ പച്ചക്ക് കാണിക്കുന്ന ഒരു നാടകമാണ് യഥാർത്ഥത്തിൽ CJയുടെ ഈ നാടകം. CJ ഭയങ്കര മലയാളത്തിൽ നാടകത്തെ 1950-60 കാലത്താണ് ഈ അൻപിൻ്റെ 60 നാടകരചന ഇഷ്ടപ്പെടുന്ന ആളുകൾ CJയുടെ ആ മനുഷ്യൻ നീ തന്നെ, അതുപോലെ തന്നെ ഈ ക്രൈം നാടകം, CJയുടെ അവൻ വീണ്ടും വരുന്നു, ഒക്കെ ഭയങ്കര ക്ലാസിക് നാടകങ്ങളാണ്. സോഫോക്ലീസ് എഴുതിയ ഈഡിപ്പസ് എന്ന നാടകത്തിൻ്റെ മലയാള വിവർത്തനം മലയാളത്തിൽ ഏറ്റവും മനോഹരമായി ചെയ്തിട്ടുള്ള ആളാണ് CJ തോമസ്. അത് വായിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് നാടകത്തിൻ്റെ ഒരു ഡിക്ഷൻ, എഴുത്ത് രീതി എന്ന് നമുക്ക് തരുന്നൊരു നാടകമാണ് CJയുടെ ആ പാറ്റേൺ എന്ന് പറയുന്നത്. ആ വിവർത്തനം പോലും മനോഹരമാണ്. ഏതൻസിലെ ശിലകളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മനോഹരമായ ഡയലോഗ്സൊക്കെയാണ്. അതൊക്കെ പലരും കളിച്ചിട്ടുണ്ട് ഗംഭീരമായിട്ട്. അപ്പോൾ CJ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു ഉന്നതനായിട്ടുള്ള നാടക ചിന്തകനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. എന്താണ് ജബ്ബർ സാർ അല്ലേ, നാടകത്തെക്കുറിച്ച് വല്ല പഠനഗ്രന്ഥം ഉയരുന്ന അവനി കണ്ട് ഉയരുന്ന അവനി കറക്റ്റ്, അങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ പഠനഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. മലയാള നാടക പ്രസ്ഥാനം അത് കാട്ടുമാടാണ്. ശരി, ഉയരുന്ന അവനിക കുറേ വിമർശന ചിന്തകൾ നാടകത്തിന് സമ്മാനിച്ച ഒരാൾ കൂടിയാണ് CJ തോമസ്. അത് കഴിഞ്ഞ് നമ്മൾ 1960-70കളിലുള്ള നാടകത്തിൻ്റെ റൂട്ടാണ് തനത് നാടകവേദി അഥവാ റൂട്ട്സ് തിയേറ്റർ. പാശ്ചാത്യ നാച്ചുറലിസത്തിന് ബദലായിട്ട് കേരളീയ പാരമ്പര്യത്തെ സമന്വയിപ്പിച്ച ഒരു ധാരയാണ് തനത് നാടകവേദി എന്ന് പറയുന്നത്. ഇതൊക്കെ നയിച്ചത് G. ശങ്കരപ്പിള്ള, കാവാലം നാരായണ പണിക്കർ, CN ശ്രീകണ്ഠൻ നായർ എന്നിവരൊക്കെയാണ് ഈ കാലത്ത് ഈ 1960-70കളിൽ ഈ ധാരയെ നയിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ടും കാവാലം നാരായണ പണിക്കർ ഒരു ക്ലിപ്പ് കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അവനവൻ കടമ്പ. അത് കാണുന്നത് നന്നായിരിക്കും ഉണ്ടെങ്കിൽ ശൈലി. അവനവൻ എന്ന കടമ്പയ്ക്ക് മുമ്പിൽ വീണുപോകുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കഥയാണ് അവനവൻ കടമ്പയുടേത്. ജീവിത സാഫല്യം എന്ന ഉത്സവത്തിലേക്കുള്ള യാത്രയിൽ മനുഷ്യരെ തട്ടിയിടുന്ന കടമ്പകൾ എന്തെല്ലാമാണ്? അഹംഭാവമാണോ? ആവാം. സ്വാർത്ഥതയാണോ? അതും ആവാം. അതോ അക്രമമാണോ? അതും ആയിക്കൂടുന്നില്ല. അപ്പോൾ കടമ്പ കടക്കാൻ എന്താണ് വഴി? കടമ്പ കടന്ന് ഉത്സവത്തിനെത്താൻ മനുഷ്യർക്ക് കഴിയുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ? നിങ്ങളുടെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുന്നു. കാണുക ക്ഷമയോടെ. ഇതാ ഇവിടെ തുടങ്ങുന്നു അവനവൻ കടമ്പ.
എന്താ പോവാ ഈ അമാന്തം? ഞങ്ങൾക്കോ അമാന്തം? ആരാ തുടങ്ങേണ്ടത്? അങ്ങനെ ഇല്ല. കാര്യം ഇത്രത്തോളം ആയത്തേക്ക് ആർക്ക് വേണേൽ തുടങ്ങാം. എന്നാ ഇങ്ങനെ ഓർമ്മിക്കാൻ തുടങ്ങി. നിങ്ങൾ ഗണപതി പറയുമ്പോൾ അതിന് വാങ്ങില്ല. ഞങ്ങൾ ഒരു പാട്ടുപരീക്ഷ. നിങ്ങളല്ലേ ആട്ടക്കണ്ടായത്. നിങ്ങൾ ഗണപതി കളിക്കാണ്. ഞങ്ങൾ ഈ തനത് നാടക സമ്പ്രദായത്തിൽ മലയാളത്തിൽ ഏറ്റവും ആകർഷകമായി ഏറ്റവും ജനങ്ങൾ കണ്ട് സ്വീകാര്യത നേടിയ നാടകമാണ് അവനവൻ കടമ്പ. തനത് നാടക സമ്പ്രദായത്തിൽ അത്ര സ്വീകാര്യത വേറൊരു നാടകത്തിനും കിട്ടിയിട്ടില്ല. അത് പറയാം. ഇത് യഥാർത്ഥത്തിൽ ഒരു ആൾ മിസ്സിങ് ആയതിൻ്റെ കഥ പൊളിറ്റിക്സാണ്. വളരെ സാമൂഹ്യ രാഷ്ട്രീയ പ്രസക്തമായൊരു കഥ ഇതിനകത്ത് പറയാൻ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 70s അല്ലെങ്കിൽ 60-70 കാലത്ത് ഒരു നക്സൽ ഇതൊക്കെ വന്നു തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെയൊക്കെ അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു മെറ്റഫറായിട്ട് ഇതിനകത്ത് ഉള്ളിൽ കൊണ്ടുവരുന്നത്. ആട്ടപ്പണ്ടാരങ്ങളും പാട്ടുപരീക്ഷകളുമാണ് കഥ പറയുന്നത്. ആട്ടപ്പണ്ടാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആടുന്നവരാണ്, പെർഫോമേഴ്സാണ്. പാട്ടുപരീക്ഷകൾ പാടുന്നവരാണ്. ഇത് ഈ ടേം പോലും നമ്മുടെ ഫോക്ലോർ എന്ന് നമ്മൾ നാടോടി സംസ്കാരത്തിൻ്റെ ഇതിൽ നിന്നാണ് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം കുറച്ച് ക്ലാസിക്കൽ, ഇപ്പോൾ ഇതിനകത്ത് ഓട്ടംതുള്ളലിലെ വേഷവിധാനത്തിൻ്റെ രൂപങ്ങൾ കാണാൻ പറ്റും. ചുവടുകളിൽ കേരളത്തിലെ ക്ലാസിക്കൽ ഇതുണ്ട്. അതോടൊപ്പം തന്നെ കാക്കാരിശ്യോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന തെയ്യങ്ങളോ അങ്ങനത്തെ ഒക്കെ ട്രഡീഷൻസിലെ ചുവടുകൾ, അതിൽ ഉപയോഗിച്ച താളവാദ്യങ്ങൾ റിച്ചായിരിക്കും. ഈ കേരളത്തിൻ്റെ ഒരു താള നാട്യ പാരമ്പര്യത്തിലെ മുഴുവൻ സമ്പന്നമായിട്ടുള്ള പാരമ്പര്യങ്ങളും ആഴത്തിൽ പഠിച്ച ആളാണ് കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലൊരു എന്താ പറയുക ഇങ്ങനത്തെ ഈ ഫോക്ക് ട്രഡീഷനും ക്ലാസിക്കൽ ട്രഡീഷനും നാടോടി പാരമ്പര്യവും ശാസ്ത്രീയ പാരമ്പര്യവും ഒരുപോലെ. ആലപ്പുഴയിലെ കുട്ടനാടൻ നാടൻ ജീവിതങ്ങളെ നന്നായി അറിയുന്ന ആളാണ്. ആളൊരു സവർണനാണെങ്കിലും ഇത്തരം സാമൂഹിക പിന്നെ സംഗീതത്തിൻ്റെ ഒക്കെ പാരമ്പര്യം നമുക്കറിയാം. മലയാളത്തിലെ ഏറ്റവും നല്ല ഗാനരചയിതാവാണ്, ചലച്ചിത്ര ഗാനരചയിതാവാണ്. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട നാടക സംവിധായകരിൽ ഒരാളാണ്. നാടക പ്രയോക്താക്കളിലും പണ്ഡിതരിലും പെട്ട ഒരാളാണ് കാവാലം. അദ്ദേഹത്തിൻ്റെ അവനവൻ എന്ന കടമ്പ എന്ന് പറഞ്ഞൊരു ഫിലോസഫിക്കലായിട്ടാണ് ശരിക്കും ആ ടൈറ്റിൽ പോലും. ഒരു അഹംഭാവമായിരിക്കും ആ കടമ്പ ഒരർത്ഥത്തിൽ മുന്നോട്ട് പോക്കിന് പല അർത്ഥമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാടകം പക്ഷേ അതുവരെ പരിചിതമല്ലാത്ത രീതിയാണ് സ്വീകരിച്ചത്. കാരണം ഇത് കുറച്ച് പഴയതിൽ ശരിക്കും നെടുമുടി വേണു, ഭരത് ഗോപി, പഴയ ഇയാളില്ലേ കൃഷ്ണൻകുട്ടി നായർ, ഭരത് ഗോപി, ജഗന്നാഥൻ, ഇവരാണ് ശരിക്കും ആദ്യത്തിൽ ഇതിലെ ആക്ടേഴ്സ്. ഗോപിയൊക്കെയാണ് ഇവർ. പിന്നെ മാറിയപ്പോൾ പുതിയ കാലത്തെ ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. അതാണ് ഇതൊരു പുതിയ ടീമാണ്. എൻ്റെ പുതിയ മീൻസ് താരതമ്യേന അതിനകത്തുണ്ടോ? നെടുമുടി അഭിനയിച്ചിട്ടുണ്ട്. അതെ, ഇത് ശരിക്ക് ആദ്യം കളിക്കുന്ന ഇതുപോലെ സ്റ്റേജിലൊന്നുമല്ല. ഒരു വെളിംപ്രദേശത്താണ് ഇത് കളിക്കുക. അത് അരങ്ങിനെക്കുറിച്ചുള്ള സങ്കല്പം പോലും മാറ്റിമറിച്ച നാടകമാണ് അവനവൻ കടമ്പ. എന്നുവെച്ചാൽ ഒരു മൈതാനത്ത് ചുറ്റും ആൾക്കാർ ഇരിക്കുന്ന രൂപത്തിലൊക്കെയാണ് ഇത് കളിക്കുക. ഇങ്ങനെ ഒരു പ്രൊസീനിയത്തിൻ്റെ 4 ചതുര സ്പേസിനകത്ത് കളിച്ചിട്ടില്ല. ഇവിടെ ഒരു ഇതിനു വേണ്ടി അങ്ങനെ കളിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വേദിയുടെ ഇത് വെച്ചിട്ട് കളിച്ചതാണ്. പിന്നെ നല്ല വഴക്കമുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഇത് നന്നായി കളിക്കാൻ പറ്റുള്ളൂ. കുറച്ച് താളബോധം അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത്തരം ഫോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്ലാസിക്കലിനൊക്കെ നല്ല റിതം പാട്ട് ഒക്കെ ഇതിൻ്റെ പാടുന്നുണ്ട്, താളം പിടിക്കുന്നുണ്ട്, നല്ല ചുവടുകളൊക്കെ. പിന്നെ ഈ തനത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു സങ്കല്പം ഇതായിരുന്നു. ഇത്രയും കാലം ഇപ്പോൾ ഈ എക്സ്പ്രഷനിസം മറ്റേത് മറിച്ച് എന്നൊക്കെ പറയും യൂറോപ്യൻ ഐഡിയകളാണല്ലോ നമ്മൾ നാടകത്തിൽ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതുപോലെ അരങ്ങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഷേക്സ്പീരിയൻ തിയേറ്ററിലെ ഈ ചതുര ഇന്ന് നമ്മളിരിക്കുന്ന കർട്ടൻ മുമ്പിലും ചുറ്റും മറയുള്ള ഈ നാടകമൊക്കെ ശരിക്കും ഒരു യൂറോപ്യൻ പാരമ്പര്യമാണെന്നും
നമ്മുടെ നാടകത്തിൽ എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം കണ്ടെത്തിക്കൊണ്ട് കേരളത്തിലെ നാടോടി താളങ്ങൾ, കേരളത്തിലെ നാടൻ വാദ്യങ്ങൾ, കേരളത്തിലെ കുരുത്തോല, കേരളത്തിലെ വായ്ത്താരികൾ, കേരളത്തിലെ പാട്ടുപരിശ പോലത്തെ അങ്ങനത്തെ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കഥ പറഞ്ഞുകൂടാ എന്തുകൊണ്ട് എന്നതുകൊണ്ടാണ് തനത്, ഇൻഡിജീനസ് ആയിട്ടുള്ള, തനതായിട്ടുള്ള, റൂട്ടഡ് ആയിട്ടുള്ള എന്നുള്ളൊരു ആശയം വരുന്നത്. ആശയം ശരിക്കും ഇന്ത്യയിൽ ഉടലെടുത്ത ആശയമൊന്നുമല്ല. ലോക നാടകവേദിയിൽ തന്നെ അവനവൻ്റെ നാടുകളിലെ കലകളെ കുഴിച്ചന്വേഷിച്ച് അതിൻ്റെ ഒരു പുനരാനയിക്കൽ വരുന്നൊരു സമയത്താണ് അതിനെക്കുറിച്ച് ധാരണയുള്ള മനുഷ്യന്മാർ ഇന്ത്യയിലേക്ക്. ഇപ്പോൾ ഹബീബ് തൻവീർ, ഇവിടെ നേരത്തെ നമ്മൾ സതീഷ് കസ്, അദ്ദേഹം പിന്നെ ലണ്ടൻ തിയേറ്റർ സ്കൂളിൽ പഠിച്ചിട്ട് അയാൾ പിന്നെ ഛത്തീസ്ഗഡുകാരനാണ്. പഠിച്ചിട്ട് അയാൾ തിരിച്ച് സ്വന്തം നാട്ടിൽ വന്ന് തൻ്റെ നാട്ടിലെ ആദിവാസികളുടെ ആർട്ട് ഫോമുകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ നാട്ടിലെ ഈ റിച്ച്നെസ് ഞാൻ മറന്നുകൊണ്ട് വിദേശത്തിലെ ഒരു നാടക പാറ്റേൺ എന്തിനു ഉപയോഗിക്കണം, അത്രയും പഠിച്ചത് അൺലേൺ ചെയ്തിട്ട് അയാൾ ഇവിടുത്തെ ഒരു നാടക സമ്പ്രദായ ആഗ്ര ബസാർ, ചരൺദാസ് ചോറ് പോലത്തെ നാടകങ്ങൾ ഹബീബ് തൻവീർ ചെയ്യാണ്. തിരുവനന്തപുരത്ത് നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിലൊക്കെ നാടകമായിട്ട് വന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ മകളൊക്കെ വന്നിരുന്നു ഹബീബ് തൻവീറിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഇന്ത്യ ഒട്ടാകെ അലയടിച്ചു. അതിൽപ്പെട്ട ആളാണ് മണിപ്പൂരി നാടക സംവിധായകരായിട്ടുള്ള 2 പ്രധാനപ്പെട്ട നാടകക്കാർ മണിപ്പൂരിൽ. ഇതുപോലെ തനത് നാടകം ഇന്ത്യയിൽ ഉടനീളമുണ്ട്. കൽക്കത്തയിൽ ഉണ്ട്, പിന്നെ മഹാരാഷ്ട്രയിലുണ്ട് വിജയ് തെണ്ടുൽക്കർ പോലെയുള്ള ആൾക്കാർ, കർണാടകയിൽ ഗിരീഷ് കർണാടിനെ പോലെയുള്ള ആൾക്കാർ, കർണാടകത്തിൽ അയാൾ ഗംഭീരമായിട്ടുള്ള മിത്തുകളൊക്കെ ചെയ്തിട്ടുള്ള മനോഹര നാടകങ്ങളാണ്. ഹയവദന, നാഗമണ്ഡല ഒക്കെ അറിയാം. ഈ പിന്നെ ബാദൽ സർക്കാർ, അയാൾ കുറച്ചും കൂടി ബാദൽ സർക്കാർ തെരുവ് നാടകത്തിൻ്റെ പാറ്റേണിലേക്ക് മാറുന്നുണ്ട് ഒരർത്ഥത്തിൽ, അത് വേറെയാണ്. പക്ഷെ എന്നാൽ പോലും ഈ നാടകം ഇങ്ങനത്തെ ഒരു കാലഘട്ടം തനത് എന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ അലയടിച്ച ഒരു സമയത്താണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടൊക്കെയാണ് ശരിക്കും കാവാലം ഇത്തരം നാടകങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ആ കാവാലല്ല തനത് ആശയം കൊണ്ടുവരുന്നത്. CN ശ്രീകണ്ഠൻ നായർ ആണ് 1968 കോട്ടയത്ത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നടന്ന ഒരു നാടക ശില്പശാല. അന്നാണ് എങ്ങനെ നാടകം ഒരു ശില്പശാല ഈ നാടകക്കളരി മൂവ്മെൻറ്റ് അത് നിങ്ങളെ കൊണ്ട് പറയിക്കാനാണ്. അക്കാദമിക് ട്രെയിനിങ്, ടോട്ടൽ തിയേറ്റർ, അതായത് സംഗീതം, അഭിനയം, വിഷ്വൽ, ശരീരഭാഷ എല്ലാം സമഗ്രമായിട്ട് ഉള്ള ധാരണകൾ പ്രചരിച്ച സമയമാണത്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ കണ്ടിന്യൂലെടുത്ത് അതൊന്ന് കണ്ടിന്യൂ ചെയ്യണത്. അതായത് നാടക കളരി എന്നുള്ള വാക്ക് ഈ 1968 ശേഷമാണ് കേരളത്തിൽ വരുന്നത്. 70കളിലാണ് അത് വ്യാപകമാകുന്നത്. അതുവരെ നാടകം അങ്ങനെ ഒരു കളരിയോ അത് പിന്നെ സംഗീത നാടകങ്ങൾക്കെന്ന് പറഞ്ഞാൽ എന്താണോ ആ സംഗീത നാടകത്തിൻ്റെ ഒരു ആട്ടപ്രകാരം ഈ കഥകളിക്കും കൂടിയാട്ടത്തിനൊക്കെ ഉള്ള പോലെ ഒരു എഴുതപ്പെട്ട ഒരു ചിട്ടവട്ടം ഉണ്ടാവും. അതതുപോലെ ആശാമാരിരുത്തി കാലൊക്കെ തച്ച് പഠിപ്പിച്ച് ആ വെള്ളരി നാടകമൊക്കെ അതൊരു വേറൊരു സാമൂഹ്യ സാഹചര്യം. അപ്പോൾ അതെ ഉണ്ട് കറക്റ്റ് വെള്ളരി നാടകങ്ങൾ. അപ്പോൾ ആശാന്മാർ ഓരോ നാട്ടിലും ചെന്ന് അവിടെ അഭിനയിക്കാൻ താല്പര്യമുള്ളവരെ സെലക്ട് ചെയ്ത് എന്താണോ പൂർവ്വ മാതൃകയായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ നാടകത്തിൻ്റെ അവതരണ രീതി അത് കാണാതെ പഠിപ്പിച്ച് അങ്ങോട്ട് അവതരിപ്പിക്കുകയായിരുന്നു അത്രയും കാലം. പക്ഷേ ഈ നാടക കളരികൾ വന്നപ്പോൾ ആളുകളെ ഇംപ്രൊവൈസ് ചെയ്യാൻ പഠിപ്പിക്കുകയും ഒരു കണ്ടൻറ്റ് കൊടുത്ത് സ്വന്തമായി ഡെവലപ്പ് ചെയ്യിപ്പിക്കുകയും എങ്ങനെയാണ് അഭിനയിക്കണം, യൂറോപ്യൻ അഭിനയ സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് സ്കൂൾ ഓഫ് ഡ്രാമ. നാടകം പഠിക്കാനൊരു കലാലയം വേണമെന്നൊക്കെയുള്ള ചിന്ത. അപ്പോൾ ഇതിൻ്റെ ചിന്തയിൽ പ്രധാന പങ്ക് വഹിച്ച ജി ശങ്കരപ്പിള്ള. ശരിക്കും എം ഗോവിന്ദനെ പോലുള്ള ഒരു ബുദ്ധിജീവിയാണ്. തനത് എന്നൊരാശയം അയാൾ റഷ്യയിൽ ഒരിക്കൽ പോയപ്പോൾ അയാൾ അവിടെ കഥകളി കളിക്കുന്ന റഷ്യക്കാരൊക്കെ ഇരുന്ന് കഥകളി ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ ഇയാൾ വേറെ റഷ്യയിൽ അയാൾ ഒരു സാമൂഹ്യ ചിന്തകനാണല്ലോ. അപ്പോൾ അയാൾക്ക് തോന്നി, ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇതുവരെ മര്യാദക്ക് കഥകളി ആസ്വദിച്ചിട്ടില്ലല്ലോ, ഈ റഷ്യക്കാർ കഥകളി മനോഹരമായി ആസ്വദിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ നാട്ടിലും നാട്ടുകാർ തിരിച്ചറിയാത്ത ഒരുപാട് ആർട്ട് ഫോം ഉണ്ടാവുമല്ലോ, അതിനെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതില്ലേ എന്ന് അയാൾക്ക് ബോധം വരുന്നു. അങ്ങനെയാണ് ഈ തനത് എന്ന ആശയം ഗോവിന്ദനാണ് ആദ്യം പങ്കുവെക്കുന്നത്. പിന്നെ CN ശ്രീകണ്ഠൻ നായർ, ജി ശങ്കരപ്പിള്ള, അങ്ങനെ ഒരു ടീം, ആ ടീം മൊത്തം അതിനകത്ത്
കാവാലം ആദ്യകാലത്തില്ല. ശ്രീകണ്ഠൻ നായരാണ് ആദ്യമായി തനത് നാടകം എഴുതുന്നത്, കലി എന്ന പേരിൽ. തുടങ്ങിയ മുതൽ അവസാനം വരെ കൂവലായിരുന്നു കാണികളുടെ അതിൻ്റെ അവതരണത്തിൽ, ഫസ്റ്റ് അവതരണം. കാരണം ആളുകൾക്ക് അതുവരെ പരിചിതമല്ലാത്ത ഒരു പാറ്റേൺ വന്ന് ഹോ ഹൈ ഹോ ഹോ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പരിപാടിയാണെന്നുള്ള ആൾക്കാർക്ക്. പക്ഷേ കാവാലം ചെയ്തത് അതിനെ ഭയങ്കര ചെയ്തു. കാരണം ഇത് മാത്രമല്ല, സംസ്കൃത നാടകങ്ങളെന്ന് പറഞ്ഞാൽ കാഞ്ഞിരത്ത് വരുന്നുണ്ട് ശ്രീകണ്ഠനാർ. സംസ്കൃത നാടകങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും നമുക്കില്ല. ആകെ ഒരു കൂടിയാട്ടമാണ് സംസ്കൃത നാടകം അവതരിപ്പിക്കുന്ന രീതി എന്നാണ് വിചാരിക്കും. കൂടിയാട്ടം എല്ലാവർക്കും ആകർഷിക്കുന്ന ഒരു കലയൊന്നുമല്ല. അതൊരു ക്ലാസിക്കലായിട്ട് ആ ചിട്ടയൊക്കെ അറിയുന്ന ആളുകൾ ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു ആർട്ട് ഫോമാണ്. അതൊരു അമ്പലവാസി അല്ലെങ്കിൽ അമ്പലവാസികളുടെ ഉടലെടുത്ത അങ്ങനെയൊക്കെ രീതിയുള്ള സാധനമാണ്. അതൊന്നും ഒരിക്കലും ഒരു ജനകീയ സമ്പ്രദായമൊന്നുമല്ല. പക്ഷേ സംസ്കൃത നാടകം എങ്ങനെയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ടത് എന്ന് ആഴത്തിൽ മനസ്സിലാക്കി വളരെ ആകർഷകമായി അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരാൾ കാവാലമാണ്. ആസ് എ ഡയറക്ടർ എന്ന നിലക്ക്, ഒരു നാടക സംവിധായകൻ എന്ന അർത്ഥത്തിൽ കൊണ്ടുവന്നു. കാരണം മാളവികാഗ്നിമിത്രവും ഭാസൻ്റേതായിട്ടുള്ള ഊരുഭംഗം, മധ്യമവ്യായോഗം തുടങ്ങി ഭാസനാടകങ്ങളും ഒക്കെ ഗംഭീരമായി മൃച്ഛകടികം പോലത്തെ നാടകങ്ങൾ, ഭഗവദ്ജുഗം ബോധായനൻ്റെ മൃച്ഛകടികം, ശൂദ്രകൻ്റെ, ഇത്തരം സംസ്കൃത നാടകങ്ങളൊക്കെ മനോഹരമായി രംഗത്ത് ആളുകളെ ചിരിപ്പിച്ചും ആളുകളെ ഫോളോ ചെയ്യിപ്പിച്ചും പിന്നെ അവതരിപ്പിച്ചു. മറ്റത് ഭയങ്കര ക്ലാസിക്കൽ സാധനങ്ങൾ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. കാരണം ഇത്രയും മ്യൂസിക് ഉപയോഗിച്ച് മനോഹരമായി നൃത്തങ്ങൾ ഉപയോഗിച്ച്, അതാണ് കാവാലത്തിന് ഇത്രയും ഇതിലൊക്കെ ആഴത്തിൽ അറിവുണ്ടായിരുന്നുകൊണ്ടാണ്. ഒരു ആചാര്യൻ എന്ന് പറയാവുന്ന ഒരാളാണ് അദ്ദേഹം, ചെയ്തുകൊണ്ടാണ് പക്ഷെ പിന്നെ വന്ന തനത് നാടകങ്ങളുടെ അനുകരണങ്ങളൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോവുകയും ജനകീയമാവാതെ പോവുകയും അത്ര വേണ്ടത്രത്തിൽ പോപ്പുലർ ആവാതെ പോകും. അങ്ങനെയാണത് വരുന്നത്. ജനങ്ങളെ നാടകത്തിൽ നിന്ന് അകറ്റി തനത് നാടകക്കാർ എന്നൊരാക്ഷേപം വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു അത് സത്യമാണ്, അകന്നു പോവുകയും ചെയ്തു. പിന്നെ 80കളിലൊക്കെ നാടകങ്ങൾ, പൊളിറ്റിക്കൽ നാടകങ്ങൾ പോലും ഈ തെരുവുനാടകം ആഹോ എന്തിനു വന്നു നീ വാ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ്, അത് ഇതിൻ്റെ ഒരു അനുകരണമാണ്. എന്നാൽ അതൊട്ട് ആകർഷകമല്ല താനും. പൗരാണികം എന്നുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ ശാകുന്തളത്തിൻ്റെ ഇത് കണ്ടതാ? ആ ശരിക്കും ഇത് ഇങ്ങനെ സെഷനായി പോകണോ അതോ ലാസ്റ്റിക്ക് പോയാൽ? പറയാം അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് കോട്ടയം വിശ്വകേരള കലാസമിതി, അച്ഛനും മക്കളും ഭാര്യയും ഒക്കെ ആയിട്ടുള്ള പരിപാടി. ഇനി നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. 1980 മുതൽ 21ാം നൂറ്റാണ്ട് വരെയുള്ള നാടകങ്ങൾ. അതിലാണ് ഇപ്പോൾ പറഞ്ഞ എൻ. എം. പിള്ള, വയലാ വാസുദേവൻ പിള്ള, PM താജ്, PJ ആൻ്റണി, P. ബാലേന്ദ്രൻ, നരേന്ദ്രപ്രസാദ്, സി. ചന്ദ്രൻ, അങ്ങനെ തുടങ്ങി ദീപൻ ശിവരാമൻ വരെ എത്തി നിൽക്കുന്ന ഒരു 21ാം നൂറ്റാണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 21ാം നൂറ്റാണ്ടിലുള്ള ഭയങ്കര ടെക്നോളജികൾ പ്രയോഗിച്ചത്, വീഡിയോ പ്രൊജക്ഷൻ, മൾട്ടിമീഡിയ, ഹൈബ്രിഡ് ഫോമുകൾ, അങ്ങനെയൊക്കെ പ്രയോഗിച്ച ഒരു നാടകങ്ങൾ 1980 മുതൽ 21 വരെ. കലാനിലയം കൃഷ്ണൻ നായരും ജഗതി NK ആചാര്യ, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ രക്തരക്ഷസും അതൊരു ടൂറിങ് രീതിയിൽ പല നാടുകളിൽ ചെന്ന് ടെൻറ്റ് കെട്ടി കളിക്കുന്ന ഒരു സാധനം, ഒരു യൂറോപ്യൻ സാധനമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. പലയിടങ്ങളിൽ ആ സ്റ്റേജിൽ വിമാനം വരും, മറ്റത് വരും. അതൊരു അത്ഭുതങ്ങളും ടെക്നോളജിന് ആദ്യകാലത്ത്, പക്ഷെ അത് ടെക്നോളജി തിയേറ്റർ എലമെൻ്റ് ആയിട്ടല്ല വരുന്നത്. ഒരു അത്ഭുതം, ആളുകളെ ആകർഷിക്കുന്ന ഒരു സാധനം എന്നുള്ള രീതിയിലാണ് വരുന്നത്. എന്നുവെച്ചാൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ടെക്നോളജി തിയേറ്ററിക്കലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതാണ് കുറച്ചും കൂടി, അതാണ് ദീപൻ ശിവരാമനൊക്കെ ചെയ്യുന്നത്. അവരുടെ സീനോഗ്രഫി, അതെ സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് അല്ലെങ്കിൽ ആ തരത്തിൽ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ കലാനിലയക്കാർ ചെയ്തത് അക്കാലത്ത് ഇത്തരം ടെക്നോളജി ഒന്നും അങ്ങനെ വികസിച്ചിട്ടില്ലാത്ത കാലത്ത്, ഈ KPSC മറ്റൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ പാറ്റേൺ മാത്രം കണ്ടൊരു കാലത്ത് സ്റ്റേജിലേക്ക് വിമാനം ഇറങ്ങുക, അതൊക്കെ
പിന്നെ 2 തട്ട് സ്റ്റേജ് മറിഞ്ഞ് വേറൊരു ഉദ്യാനം മാറി വേറൊന്ന് വരിക, അത് ഭയങ്കര അങ്ങനത്തെ ടെക്നിക്കലായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ വിസ്മയിപ്പിക്കുകയാണ്. അല്ലാതെ അതിൽ വേറെ നാടകത്തെക്കാൾ ഉപരി ഈ വിസ്മയങ്ങളാണ് കൊടുക്കുന്നത്, അവർ കൊടുക്കുന്നത് ആകർഷകമായിട്ടുള്ള സാധനം, ഒരു എക്സിബിഷൻ പോലത്തെ സാധനം. അതിനങ്ങനെ കാണാം. അങ്ങനത്തെ നാടകങ്ങൾ ലോകത്ത് ഉള്ളതാണ്, ഇവിടെ മാത്രമൊന്നുമല്ല, പലയിടത്തും ഉള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, വയല വാസുദേവൻ പിള്ളയുടെയും PM താജിൻ്റെയൊക്കെ ഒരു ചെറിയൊരു നോട്ട്. ഇപ്പം ഈ ഇതിവിടെ അത് വളരെ പുതിയ കാലത്തുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ ഏറ്റവും എൻഡിലൊക്കെ വരുന്നതായിരിക്കും ദീപൻ ശിവരാമൻ. അത് കാണുന്നത് നല്ലതാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം ഇത് വളരെ പുതിയ, പലരും കണ്ടവരുണ്ടാവും ഇവിടെ അല്ലേ, എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴൊക്കെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും എനിക്കൊരു 6-7 കൊല്ലം മുമ്പാണ് തുടങ്ങുന്നത്. തൃക്കരിപ്പൂരിലാണ് ഇത് ഫസ്റ്റ് അവതരണം വന്നിട്ടുള്ളത്. അത് ഒരു ആൽമരവും ഒക്കെ ആ സ്പേസിലാണ് വന്നത്. പിന്നെ പലയിടത്തും കളിച്ചു, ടിക്കറ്റൊക്കെ വെച്ച് ഭയങ്കര വിജയമായിട്ടുള്ളൊരു സാധനമാണ് ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഒരു പ്രീ മോഡേൺ എന്നോ അല്ലെങ്കിൽ ആദിമ ഗ്രാമമാണ് തസ്രാക്ക്. യഥാർത്ഥത്തിൽ അതിനെ ശരിക്കും പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇതിലിപ്പോൾ ആ റാവുത്തർ സാന്നിധ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്ലാ പിച്ചാമൊല്ലാക്കിയോ അല്ലെങ്കിൽ അവരുടെ എന്തോ ഒരു ഇതായിട്ടാണ് അത് വരുന്നത്. അതുപോലെ അവിടുത്തെ ഈഴവന്മാരുടെ ഒക്കെ, പിന്നെ അവിടുത്തെ മിത്തുകളുടെ അതിനൊക്കെ കറക്റ്റ് തിയേറ്ററിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന തിയേറ്റർ പ്രസൻറ്റേഷൻ. അതുപോലെ വിജയൻ്റെ ആധുനികതയും ഒരുപോലെ ഒരു സംവിധായകൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് തെളിയിച്ച വിജയൻ ഒരു ലിറ്ററേച്ചറിൽ മലയാളത്തിൽ എങ്ങനെയാണോ ഖസാക്ക് എന്തൊക്കെയാണോ നമുക്ക് എഴുത്തിലൂടെ ജനങ്ങളെ മാറ്റിമറിച്ചത്, അത് തിയേറ്ററിൽ അതിൻ്റെ മുഴുവൻ ഊർജവും ഒരർത്ഥത്തിൽ ദീപൻ ശിവരാമൻ പുറത്ത് പഠിച്ച ആളാണ്. തിയേറ്റർ കേരളത്തിലെ സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞ് വിദേശത്ത് ട്രെയിനിങ് കിട്ടി സീനോഗ്രഫി എന്നുള്ള രൂപത്തിൽ ഒരു പുതിയ രീതിയിൽ തിയേറ്ററിൻ്റെ ടെക്നോളജീനെ മനസ്സിലാക്കുന്ന ഒരു ഡയറക്ടറാണ്. നമ്മളെ തമ്മിലൊന്നുണ്ടോ? ഇല്ല. ശ്രീജിത്ത് രമണം വന്നിട്ടുണ്ടോ? പെരുമ്പിലാവ്. അതൊക്കെ അവരുടെ ഒരു രീതിയിലുള്ള ആൾക്കാർ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രൊസീനിയം എന്ന് പറഞ്ഞാൽ ഈ അരങ്ങല്ല, ടെക്നോളജി, ലൈറ്റ്, അതുപോലെ പ്രകൃതിയിലെ ഓരോ സാധനങ്ങൾ, മരം, അങ്ങനത്തെ അതിൻ്റെ ചോട്ടിലുള്ള സ്പേസുകൾ ഒക്കെ ഉപയോഗിക്കുന്നു. കാണികളെ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്നു. അതിലിപ്പോൾ നെയ്ച്ചോറ് ഒക്കെ വെക്കുന്നുണ്ട്, ചടങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ അത് ആൾക്കാർക്ക് കൊടുക്കുക. പിന്നെ ചായ വെക്കുന്ന ആൾ ചായ കാണികൾക്ക് കൊടുക്കുന്നുണ്ട്, ചായ ഇങ്ങനെ വിറ്റുകൊണ്ട്. അങ്ങനെ രുചിയും ഗന്ധവും, നെയ്ച്ചോറിൻ്റെയൊക്കെ ഗന്ധം നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളുടെ മുഴുവൻ സാധ്യതയും ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്ന ഒക്കെ രീതികളൊക്കെ ഇതിൽ പരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് പലതരം പരീക്ഷണങ്ങളുള്ള. എന്നാൽ എൻവയോൺമെൻറ്റൽ തിയേറ്റർ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ പഴയ ഗ്രീക്കിലെ അരീനൻ്റെയൊക്കെ അരീന ശരിക്കും തിയേറ്ററിൻ റൗണ്ടാണ്, പക്ഷെ ഇത് റൗണ്ടൊന്നുമല്ല, മൊത്തം ഒരു സ്പേസിന് ഉപയോഗിക്കുന്നു. സ്ക്രീൻ ഉപയോഗിക്കുന്നു, പ്രൊജക്ഷൻ അതും ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിസ്റ്റുകൾ ലൈവായിട്ടും ഉണ്ട്, പ്രൊജക്ഷൻ, പലതരത്തിലുള്ള മിക്സ് ആയിട്ടുള്ള ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ചവിട്ട് നാടകം മലയാള നാടകത്തിൻ്റെ ഒരു തുടക്കത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരുടെ ഒക്കെ വരവിന് ശേഷം ഈ തീരപ്രദേശങ്ങളിലൊക്കെ അവരുടെ മതപ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് പുണ്യവാളന്മാരുടെ കഥകളൊക്കെ അവർ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഇവിടെ ഒരു ആർട്ട് ഫോമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കഥകളി പോലുള്ള ആർട്ട് ഫോമാണ് ഇവിടെ
അക്കാലത്ത് ക്ലാസിക്കലായിട്ട് സ്വീകാര്യം നേടിയ ആർട്ട് ഫോം. അതിൻ്റെയൊക്കെ പാറ്റേൺ എടുത്തു ഇവിടുത്തെ അങ്ങനത്തെ അതെല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് കാണാം. ആ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ശരിയാ. മറിയാമ്മ നാടകങ്ങളല്ല, മറിയാമ്മ നാടകം അത് ഈ സ്ത്രീധനം വിഷയമായിട്ട് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ സ്ത്രീധനം കാരണം പീഡനം അനുഭവിക്കുന്ന മരുമക്കളുടെ അമ്മായിമ്മ പോര് ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യമായിട്ട് നാടകത്തിൽ കൊണ്ടുവരുന്ന മറിയാമ്മയാണ് അതിലെ മരുമകൾ. മറിയാമ്മ നാടകം എന്ന പേരിൽ ആരെഴുതിയ അനിസ്ബൻ? മറിയാമ്മ നാടകം രചയിതാവ് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്. ക്രിസ്ത്യൻ കുടുംബജീവിതത്തിൻ്റെ ഒരു ആദ്യകാലത്തൊരു കുടുംബങ്ങളുടെയൊക്കെ കഥ പറയുന്ന അനാചാരങ്ങൾക്കെതിരെയുള്ള ഒരു നാടകമാണ് മറിയാമ്മ എന്ന പെണ്ണിൻ്റെ കഥയായതുകൊണ്ട് മറിയാമ്മയെ പ്രതിനിധീകരിക്കുന്ന നാടകം എന്നാണ് മറിയാമ്മ നാടകം കൊണ്ട് ഉദ്ദേശിക്കും. അല്ല അങ്ങനത്തെ ഒരു നാടക സമ്പ്രദായമൊന്നുമില്ല. ഓക്കെ, അത് വളരെ എനിക്ക് തോന്നുന്നത് 20-30 കാലത്ത് എഴുതപ്പെട്ട നാടകം, 30-35 അപ്പോൾ നമ്മൾ ഉപസംഹരിക്കുകയാണ്. ഇനി ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലെ ഇത് പറഞ്ഞല്ലോ, ടെക്നോളജി, വീഡിയോ പ്രൊജക്ഷൻ, മൾട്ടിമീഡിയ, ഹൈബ്രിഡ് ഫോമുകൾ, ആഗോള സ്വാധീനങ്ങളൊക്കെ വെല്ലുവിളികളാണ്. ഇപ്പോൾ നമ്മളെ ഇറ്റ്ഫോക്ക് എന്ന ഒരു വളരെ ബുദ്ധിമുട്ടിയാണ്, ഡേറ്റ് എല്ലാം മാറ്റിയിട്ടാണ് അതിൻ്റെ പ്രദർശനങ്ങളൊക്കെ നടന്നത്. അപ്പം അങ്ങനെ OTT-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാധീനം, ഫണ്ടിങ് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പുതിയ കാലം, ഇപ്പോൾ ദീപൻ ശിവരാമനെ പോലെയുള്ള പുതിയ കാല നാടകകൃത്തുക്കളുടെ നാടകങ്ങളൊക്കെ അത് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അതിലും എന്നാലും നാടകവേദി ഇപ്പോഴും സജീവമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യാശയിൽ നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കണം. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അത് ശരിക്കേ ഈ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ പരമുപ്പിള്ള ഒരു നായരാണ്, ജന്മിയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പതാക ഏറ്റെടുത്തതോടുകൂടി ആ തോപ്പിൽ ബാസി അന്ന് പറയാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഒരു ജന്മിക്ക് പോലും സാമൂഹ്യനീതിയുടെ സമരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് താൻ എന്ന് ബോധ്യപ്പെട്ടു എന്ന വിപ്ലവം സാധിച്ചു എന്ന അർത്ഥത്തിലാണ്. പക്ഷേ അതിനൊന്ന് ആഴത്തിൽ റീഡ് ചെയ്ത മനുഷ്യർ, CJ-യുടെ വിഷവൃക്ഷ അടക്കം ആഴത്തിൽ റീഡ് ചെയ്തപ്പോൾ അതിനോടുള്ളൊരു വിമർശനം വരുന്നത് എന്താ വെച്ചാൽ അതിലെ മാല പോലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, ചെറുമ്മി മീൻസ് പുലയ, ദളിത് ക്യാരക്ടേഴ്സ്, ഇവരിൽ നിന്നും കർത്തൃത്വം നായന്മാരെന്നെ ഏറ്റെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് നായകരായി സവർണർ തന്നെ വരുന്നു, പുലയരെന്നും പുലയരായിരിക്കും. അവരുടെ ഏജൻസി വീണ്ടും വരുന്നത് ബൽക്ക് തന്നെയാണ് എന്ന് അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ആണ് അതിനെക്കുറിച്ചുള്ള വിമർശനം വന്നത് പിൽക്കാലത്ത്. അത് പിന്നീട് വന്ന വിമർശനമാണ്. സിവിക്കൊക്കെ എഴുതുന്നത് ഈ ജനകീയ സാംസ്കാരിക വേദിയും ഈ നക്സൽ പ്രസ്ഥാനങ്ങളുടെയൊക്കെ വരവിന് ശേഷമാണ്. ശരി. നിങ്ങൾ അങ്ങനെ ഉണ്ട് അല്ലേ? ഓ ശരി. അത് ഒരർത്ഥത്തിൽ ശരിയാ, വേറെ തരത്തിൽ വിമർശിക്കാവുന്ന ഒരു കാര്യം തന്നെ. അങ്ങനെ ഉള്ള ഈ ഒരു ഇതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അത് മാറിയിട്ടാണ് ചേർത്ത് ആ നാടകം തന്നെ വ്യാപകത്വം നേടിയതെന്നൊക്കെ പറയുന്ന തരത്തിൽ. മാത്രമല്ല അന്ന് കമ്മ്യൂണിസ്റ്റുകൾ അധികാരമൊക്കെ വന്ന് പിൽക്കാലത്ത് ഈ പറഞ്ഞ അവരുടെ ആദർശത്തിലൊക്കെ ചോർച്ച വന്നു. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ആരെയാണ് കമ്മ്യൂണിസ്റ്റ് ആക്കിയത്, ശരിക്കും ഞങ്ങളെ ദലിതരും ഇവിടുത്തെ കീഴാളരൊന്നും അല്ല, ആക്കിയത് ആരാന്ന് എന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന ടോണിലാണ് ഈ പിന്നെ സിവിക് ചന്ദ്രൻ വളരെ വിപ്ലവാത്മകമായിട്ട് അത് കുറച്ച് സ്ഥലത്തൊക്കെ കളിച്ചിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ വലിയ വ്യാപകമായി കളിക്കപ്പെട്ടിട്ടൊന്നുമില്ല സിവിക്കിൻ്റെ ആ കാലത്ത്. ഞങ്ങൾ നിൻ്റെ തന്തയെ കമ്മ്യൂണിസ്റ്റ് ഇതിൽ തന്നെ സിവിക്കിന് മറുപടി വന്നു, ഞങ്ങൾ നിൻ്റെ തന്തയെ കമ്മ്യൂണിസ്റ്റാക്കിയിരുന്നു. ഇയാൾ കണിയാപുരം അല്ല രാമേന്ദ്രൻ ആരാ മൂപ്പര എഴുതി, കണിയാപുരം രാമേന്ദ്രൻ എഴുതിയതാണ്. അയാൾ അത് പാർട്ടിക്ക് വേണ്ടി അയാൾ മറുപടി നാടകം എഴുതിയതാണ് സിവിക്കിനെതിരെ. അങ്ങനെ പല കളികളും പണ്ട് തന്നെ ഉള്ളതാണത്. പണ്ട് ചക്കി ചങ്കരം എന്ന നാടകം പിന്നെ മുൻഷി രാമക്കുറിപ്പ് എഴുതുന്നത് ശാകുന്തളം
എന്ന നാടകം വ്യാപകമായപ്പോൾ എല്ലാത്തിലും ശകുന്തളയെ പോലൊരു നായികയും ദുഷ്യന്തനെ പോലൊരു നായകനും ഇതിൻ്റെ ഒരു അനുകരണങ്ങളുടെ ഒരു പെരുമഴ വന്നു മലയാള നാടകം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ ഇതിനെങ്ങനെയെങ്കിലും പൊളിക്കണം ഈ ഒരു സമ്പ്രദായത്തെ. അപ്പോൾ ചക്കിയും ശങ്കരനും നായികന്മാർ. എന്നിട്ട് ഇങ്ങനെയുള്ള ഈ പാറ്റേണിനെ അവസാനം ദേവലോകത്തു നിന്ന് തന്നെ ഒരാൾ വന്നിട്ട് തച്ച് ഓടിക്കുകയാണ്, ഗത എടുത്തിട്ട് ഈ നാടകക്കാരെ മുഴുവൻ ഭൂമിയിൽ നിന്ന് ഓടിക്കുകയാണ്. ഇങ്ങനത്തെ അങ്ങനെ ചക്കി ശങ്കരം അങ്ങനെ പലതരത്തിലുള്ള വിമർശന നാടകങ്ങൾക്ക് തന്നെ നാടകത്തിലൂടെ വിമർശനം നടത്തുന്ന ഒരു പാരമ്പര്യം മലയാളത്തിലുണ്ട്. അത് അങ്ങനെയാണ് അല്ലേ? ഏതാ കൾട്ട് എന്ന് പറയുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിറ്റിൽ കൾട്ട് ശരിക്ക് ജി ശങ്കരപ്പിള്ള സ്കൂൾ ഓഫ് ഡ്രാമ ഉണ്ടാക്കിയപ്പോൾ കൾട്ട് ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂർ അരനാട്ടുകര സ്ഥാപിച്ചത്. അപ്പോൾ അവരെന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു ഫണ്ടിങ്ങും കുറച്ചൊക്കെ യൂണിവേഴ്സിറ്റിൻ്റെ രീതിയിൽ കിട്ടണം. കൾട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുട്ടികളുടെ പ്രൊഡക്ഷൻസ്, സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവിടെ പഠിക്കുന്ന ആക്ടിങ്ങിലും ഡയറക്ഷനിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ചില സാധനങ്ങൾ ചെയ്യേണ്ടി വരും. അവരുടെ പരീക്ഷയുടെ ഭാഗമായിട്ട് വർക്കുകൾ ചെയ്യണം. ആ വർക്കുകളുടെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് അത് കുറച്ച് ജനങ്ങൾക്കിടയിലും കൂടി എത്തിക്കാൻ ഫണ്ടൊക്കെ കിട്ടുന്ന രൂപത്തിൽ ചെയ്ത് അങ്ങനെ കുറേ നാടകങ്ങൾ ജനകീയമാക്കാൻ വേണ്ടിയിട്ടാണ് കൾട്ട് രൂപീകരിക്കുന്നത്. ആദ്യകാലത്ത് തന്നെ ഉണ്ട്. അങ്ങനത്തെ സംഘടന അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ആദം സാറൊക്കെ പറയണം, എനിക്ക് അറിഞ്ഞൂടാ. ശരി, ഓക്കെ. വേറെ അത് ഇസ്ലാമിക നാടകം ഒരു സെഷൻ വരുന്നുണ്ട്, അത് അപ്പം നമുക്ക് ചെയ്യാം അല്ലേ? വിഷയത്തിനകത്ത് തീരെ പരാമർശിക്കാതെ പോയ ഒരു എനിക്ക് തോന്നിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയമായിട്ടുള്ള ഒരു നാടകം തന്നെയാണ്. ആ നാടകത്തിൽ ഏറ്റവും ജനകീയമായ ഒരു സംഗതിയാണ് പ്രൊഫഷണൽ നാടകം. പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത് ഒരു കാലത്തൊന്നല്ല, കേരളത്തിലെ നാടക സംഘങ്ങളെ നിലനിർത്തിയ ഒരു സംഭവം. അവരുടെ സംഭാവന നമ്മൾ അവരുടെ കണ്ടന്റിനോടോ ബാക്കിയുള്ളതിനോടോ ഉപയോഗിക്കാം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഫൈൻ ആർട്സ് സൊസൈറ്റികൾ ഒരു 80കൾ മുതൽ ഏകദേശം ടിവിയുടെ അതിപ്രസരം വരുന്നത് വരെ ഫൈൻ ആർട്സ് സൊസൈറ്റികൾ നാടകം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അപ്പൊ പോലും അമ്പലപ്പറമ്പുകളിൽ നാടകം പ്രൊഫഷണൽ നാടകങ്ങൾ അനുഭവിച്ചു. അത് വളരെ നമ്മൾ ഈ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് വളരെ അതിനകത്ത് ഒരുപാട് പ്രചോദനം നമ്മുടെ ഗീതയുടെ ചാച്ചപ്പനും അതുപോലെ ചങ്ങനാശ്ശേരി വൈക്കം മാളവിക, അതുപോലെ തന്നെ കോഴിക്കോട് നിന്നാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ചെറുവിയൂർ ജയപ്രസാദിന്റെ നാടകങ്ങൾ, അങ്ങനെ കുറെ നാടകങ്ങളുണ്ട്. കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ട് നാടകങ്ങളെ ഒരാളാണ് ചെറുവിയൂർ ജയപ്രസാദും സതീഷ് സംഘത്രയും. പ്രൊഫഷണൽ നാടകത്തിൽ തന്നെ കുറച്ചുകൂടെ ഒരു ലൈവായിട്ട് ചെയ്ത നാടകങ്ങളാണ്. അപ്പൊ അത് അതിനകത്ത് വലിയ പോകുന്നതാണ്. പ്രൊഫഷണലും അമേച്ചറും കൂടി ഒന്നുള്ള ഇപ്പോൾ ഫാസിൽക്ക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ശരി, നമ്മുടെ ഒരുപക്ഷെ അത് കുറേ ആവുന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം, പറയാണ്ട ഒരു ഏരിയയാണ് അത് തീർച്ചയായിട്ടും. പ്രൊഫഷണൽ നാടകങ്ങൾ എന്ന് പറയും. അല്ല, ഒരുപക്ഷെ ഈ KPSC പ്രൊഫഷണൽ നാടക സംഘം തന്നെയായിരുന്നു, നമ്മൾ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി. അതുപോലെ ഈ KT മോമിൻ്റെ ഇത് ഭൂമിയാണ് കോഴിക്കോട് സംഗമമാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൊഫഷണൽ നാടകം നമ്മളീ പരാമർശിച്ച എന്നെ വീട്ടിലെ വിശ്വ കേരള നാടകസഭ, പിന്നെ മുകേഷിൻ്റെ അച്ഛൻ കാളിദാസ കലാകേന്ദ്രം, അച്ഛൻ്റെ പേരെന്തിന് ഓ മാധവൻ, അവരുടെ കലാനിലയം നമ്മൾ പറഞ്ഞു, ജഗതി NK ആചാര്യയും കൂട്ടർ. ഓ മാധവൻ്റെ അത് ഞാൻ പറഞ്ഞത്, നമ്മളീ പരാമർശിച്ച ചില നാടകങ്ങളൊക്കെ പ്രൊഫഷണൽ നാടക സംഘങ്ങൾ ചെയ്തു തന്നെയാണ് കേരളത്തിൽ. അതെ അതെ, അത് ഈ പ്രൊഫഷണൽ അമേച്ചർ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഫഷൻ ആയിക്കൊണ്ട് നാടകം കൊണ്ട് നടക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ്
നമ്മളിവിടെ പ്രൊഫഷണൽ എന്ന് ഉപയോഗിക്കുന്നത്. അമേച്ചർ പറഞ്ഞാൽ മിക്കവാറും അതിലെ ആക്ടേഴ്സ് വേറെ തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം, അധ്യാപകരോ കൂലിപ്പണിക്കാരോ പലതരം തൊഴിൽ ചെയ്യുന്നവരോ വൈകുന്നേരങ്ങളിൽ വന്ന് റിഹേഴ്സൽ ചെയ്ത് കയ്യിൽ നിന്ന് കാശ് മേടിക്കുക, അതായിരിക്കും അമേച്ചർ. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ പുറത്ത് നമ്മുടെ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പ്രൊഫഷണൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ ആക്ടേഴ്സും പ്രൊഫഷണൽ ആയിരിക്കണം. അത് ആ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് ഡെഡിക്കേഷനും അവരുടെ ഒരു വർക്കിനോട് നമ്മൾ പ്രൊഫഷണലായി ചെയ്യുക എന്ന് പറയുമല്ലോ, അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പ്രൊഫഷണൽ നാടകം കൊണ്ട് കൊമേഴ്സ്യൽ നാടകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൊമേഴ്സ്യൽ എന്നാണ് ശരിക്കും പറഞ്ഞാൽ. സിനിമയിൽ നമ്മൾ ആർട്ടും കൊമേഴ്സ്യലും പറയുമല്ലോ, അതുപോലെ. അതെ, നാടകത്തിൽ പറയാതെ ഒരു കാര്യമുണ്ട്. നമ്മുടെ കോട്ടക്കൽ ആര്യവതീശയില്ലേ, ആ നമ്മുടെ കോട്ടക്കൽ ആര്യവതീശാലുണ്ടല്ലോ, വാര്യമാഷ്, അവർക്കൊരു പഴയ നാടക ടൂമുണ്ടായി, പരമവിലാസം നാടക സമിതി എന്ന് പറഞ്ഞിട്ട്. ആ നാടകത്തിന് ഉൾക്കൊണ്ടിട്ടാണ് കലാനിലയൊക്കെ ആ സ്റ്റേജിലൊക്കെ സാധനങ്ങൾ വരുത്തിയത്. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് താമസിക്കാൻ അവിടെ തന്നെ സൗകര്യങ്ങളുണ്ടാവും. വൈദ്യശാല എവിടെയുണ്ട് അവിടെ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് താമസിക്കാൻ സൗകര്യങ്ങളും സാങ്കേതിക ഉപകരണങ്ങളൊക്കെ അവിടെ തന്നെ സൂക്ഷിക്കും. പിന്നെ നാടകത്തിന് കാണികൾ കുറഞ്ഞപ്പോൾ അത് ബാലെ ട്രൂപ്പാക്കി മാറ്റി, പരമവിലാസം നാടക സമിതി. അതാണ് ഈ കലാനിലയത്തിൽ നാടകത്തിനൊക്കെ പ്രചോദനം. അതൊന്ന് സ്റ്റേജിലേക്ക് കപ്പലും സൈക്കിളും ഇതൊക്കെ എല്ലാ സാധനങ്ങളും ഓടി വരും, ജീപ്പ് വരും, മീൻകാരം വരും, മീൻ വരും, ബോട്ട് വരും, എല്ലാം വരുമായിരുന്നു. ആ പ്രചോദനം ഉണ്ടായത് ഇതിൽ നിന്നാണ് കലാനിലയത്തിന്. ഓക്കെ. അത് ഈ പരമശിവവിലാസം നാടക കമ്പനി, അത് PSV നാട്യസംഘം, യഥാർത്ഥത്തിൽ കഥകളി സംഘമായിട്ടാണ് കോട്ടക്കൽ PSV. അപ്പോൾ ഇവർ സമാന്തരമായിട്ട് ആര്യവൈശാലൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യത്തെ ഈ സംഗീത നാടകങ്ങളുടെ സാധനങ്ങൾ ശരിക്കും അവിടെ കളിക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ വരുന്ന സമയത്ത് വടക്കൻ കേരളത്തിൽ മലബാറിൽ അതിനുവേണ്ടി തിയേറ്റർ കോഴിക്കോട് PSVയുടെ നാടക തിയേറ്റർ ഉണ്ട്, നാടകം കാണാനായിട്ട്. അതൊക്കെ ഈ ഇവരുടെ ആര്യവൈശാലയുടെ നേതൃത്വത്തിൽ PS വാര്യർ ഫണ്ട് ചെയ്ത് തിയേറ്റർ കഥകളിക്കാരെ പരിശീലിപ്പിക്കും പോലെ നാടകക്കാരെ പരിശീലിപ്പിക്കുക. കോട്ടക്കലിൽ ആയുർവേദ്യ ഡോക്ടർമാർക്ക് കാശ് കൊടുക്കും പോലെ ഇവർക്കും കാശ് കൊടുക്കും. അങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ടുനടന്ന അതിനെക്കുറിച്ചൊരു PhD തിസീസ് വന്നിട്ടുണ്ട് ആര്യവൈശാലയിലെ നാടകങ്ങളുടെ PSV നാടകം. ഇ.പി. രാജുൽ മാഷ് മലയാളത്തിലെ ഒരു നാടകങ്ങൾ പ്രത്യേകിച്ച് ഉണ്ട്. അയാളുടെ ഈ ഒരു ഇങ്ങനത്തെ ഈ നാടകത്തിൻ്റെ മണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ വരുന്ന പുസ്തകമാണ്. ശരി, കേളു മലയാളത്തിൽ കേളുനായർ, വിദ്വാൻ P. കേളുനായർ എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിലെ അല്ലേ. അപ്പോൾ അദ്ദേഹം ഈ ഒരു സംഗീത നാടകമാണെങ്കിലും അന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ നാടകം ആത്മഹത്യ ചെയ്ത ആ കഥയാണ് E.P. രാജഗോപാലനും മറ്റേ ആളും N. ശശിധരനും കൂടി ചേർന്ന് എഴുതി മഞ്ജുളൻ സംവിധാനം ചെയ്ത് മലയാള എനിക്ക് തോന്നുന്ന 90കളിൽ ആദ്യം അമേച്ചർ നാടകത്തിൽ 1ാം സ്ഥാനം ലഭിച്ച് കേരളത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട, പിന്നീട് അത് പുസ്തകമായിട്ട് ഇറങ്ങി ഒരു നാടകമാണ് കേളുനായർ. അയാളാണ് അതിൽ മികച്ച നടനായിട്ട് കേളുവായിട്ട് അഭിനയിച്ചത്. ബാബു അന്നൂരാണ്. പിന്നീട് സിനിമയിലൊക്കെ വന്നിട്ടുള്ള അയാൾ. അതൊരു ഗംഭീര നാടകമായിരുന്നു. മഞ്ജുളൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് കഴിഞ്ഞ് മഞ്ജുളൻ ചെയ്ത ഏറ്റവും ഗ്രേറ്റ് വർക്ക് എന്ന് പറയാവുന്നത് കേളുവിൻ്റെ സംവിധാനമാണ് മലയാളത്തിൽ.